ദൈവത്തിന്റെ വലിയ കൃപകൾക്കായി സ്തുതിക്കുന്നു, വലിയ കൃപകൾക്കായി നന്ദി പറയുന്നു. നമുക്ക് ദൈവസന്നിധിയിൽ ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥിക്കാം, ഒരുമിച്ച് ദൈവസന്നിധിയിൽ ഇന്ന് വിശ്വാസത്തോടെ മുന്നോട്ട് പോകാം. ദൈവം നമ്മളെ സഹായിക്കുന്നല്ലോ. ദൈവത്തിന്റെ അത്യുന്നതനായ കൃപയ്ക്ക് നന്ദി പറയുന്നു. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ നന്ദിയോടെ ദൈവത്തെ വാഴ്ത്തി നമുക്ക് ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങളെ ദൈവത്തിന്റെ സന്നിധിയിൽ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാൻ എന്റെ കൂടെ വിശ്വസിക്കുന്നവരെല്ലാം ഇന്ന് കർത്താവിന്റെ തിരുസന്നിധിയിൽ വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. കാൽവരി ക്രൂശിൽ കർത്താവ് എന്റെ പാപത്തെയും എന്റെ ശാപത്തെയും തന്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനും ആണ്. യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എന്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. എന്റെ രോഗത്തെയും എന്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ തന്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ രോഗശക്തിക്കോ രോഗത്തിന്റെ ദുരാത്മാക്കൾക്കോ എന്റെ മേൽ അവകാശമില്ല. ഞാൻ ആരോഗ്യത്തോടെ ഇരുന്ന് ദീർഘായുസോടെ ഇരുന്ന് സമൃദ്ധി അനുഭവിക്കും. വായ്പ മേടിക്കത്തില്ല, വാരി വിതറിക്കൊടുക്കും. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എൻ്റെ പുറകെ വരും. ജാതികളുടെ നടുവിൽ എൻ്റെ സന്തതികളെയും വംശങ്ങളുടെ മധ്യ എൻ്റെ പ്രജയം അറിയും. എൻ്റെ തലമുറകളെ കാണുന്നവരൊക്കെയും യഹോവ അനുഗ്രഹിക്കപ്പെട്ട തലമുറയെന്ന് പറയും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടി മതിക്കുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തുകയില്ല. ഭൂലോകത്തിന്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും ഇന്ന് സുവിശേഷം പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ ഇന്ന് പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. കർത്താവിന്റെ വലിയ അഭിഷേകത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം, ഒരുമിച്ച് വിശ്വസിക്കാം, വിശ്വാസത്തോടെ മുന്നോട്ട് പോകാം. വൻ കൃപകളാൽ സ്വർഗം നിറയ്ക്കുന്നല്ലോ, വലിയ കാര്യങ്ങളാൽ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും ശക്തീകരിക്കുന്നല്ലോ. നമുക്ക് ദൈവസന്നിധിയിൽ ഇന്ന് ദൈവപ്രവൃത്തികൾക്കായി നമ്മളെ തന്നെ വേർതിരിക്കാം, ദൈവപ്രവൃത്തിക്കായിട്ട് നമ്മളെ തന്നെ ഒരുക്കാം. നമുക്ക് നന്ദിയോടെ ദൈവത്തെ വാഴ്ത്താം, നന്ദിയോടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. തുടർമാനമായി നമ്മൾ കർത്താവിന്റെ വചനം കേട്ടുവരുന്നു. ദൈവത്തിന്റെ വലിയ പ്രവൃത്തികളെ അനുഭവിക്കുവാൻ ദൈവം നമ്മളെ ശക്തീകരിക്കുന്നല്ലോ. ഇന്നും ദൈവം അത്ഭുതങ്ങളെ ചെയ്യും. ദൈവം അത്ഭുതകരമായ പ്രവൃത്തികളാൽ നമ്മളെ നിറയ്ക്കുവാൻ ഇടയായിത്തീരും. നമുക്ക് ഒരുമിച്ചെന്ന് പ്രാർത്ഥിക്കാം, ഒരുമിച്ച് വിശ്വാസത്തോടെ ദൈവവചനത്തെ കേൾക്കാം. തുടർച്ചയായി നമ്മൾ കർത്താവിന്റെ വചനം കേട്ടുവരുന്നു. ഇന്നും നമ്മൾ കർത്താവിന്റെ വചനത്തിൽ നിന്നും അല്പനേരം കേൾക്കുവാൻ കർത്താവ് നമ്മളെ ഇടയാക്കട്ടെ. ഇന്നത്തെ അനുഗ്രഹത്തിനായിട്ട് പത്രോസ്ലീഹായുടെ ലേഖനം, 2 പത്രോസ്ലീഹായുടെ ലേഖനം, അതിന്റെ 1 പത്രോസ്ലീഹായുടെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ നിന്നാണ്. പരിചിതമായ വാക്യമാണ്. നിങ്ങളോ അന്ധകാരത്തിൽ നിന്നും അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. മുമ്പേ നിങ്ങൾ ജനമല്ലാത്തവർ, ഇപ്പോഴോ ദൈവത്തിന്റെ ജനം, കരുണ ലഭിക്കാത്തവർ, ഇപ്പോഴോ കരുണ ലഭിച്ചവർ. ഇതിന്റെ ഒരു ഫസ്റ്റ് പാർട്ട് പോലെ ഒരു വചന ധ്യാനമുണ്ട്. വരും ദിവസങ്ങളിൽ അത് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇതതിന്റെ 2-ാം ഭാഗം പോലെയാണ് നമ്മൾ ചിന്തിക്കാൻ വേണ്ടി പോകുന്നത്. അവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് 2 കാര്യങ്ങളാണ്, 3 കാര്യങ്ങളാണ് നമ്മൾ കേൾക്കാൻ വേണ്ടി പോകുന്നത്. ഒന്ന്, രാജകീയ പുരോഹിത വർഗവും സ്വന്തം ജനവും. അപ്പോൾ ഇത് 3 രാജകീയ പൗരോഹിത്യം, അല്ലെങ്കിൽ രാജ്യത്വം, പൗരോഹിത്യം, സ്വന്തം ജനം. ഈ കാര്യങ്ങളാണ് രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ, നമ്മൾ ഈ ദിവസങ്ങളിൽ വീണ്ടും ജനത്തെ പറ്റിയും രക്ഷാ പദ്ധതിയെ പറ്റിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. രക്ഷിക്കപ്പെട്ട നിങ്ങൾ രാജകീയ വർഗമാണ്. എന്താണ് ഈ രാജകീയ വർഗം എന്ന് പറഞ്ഞാൽ? ഒറ്റ വാക്കിൽ ആർക്കെങ്കിലും ഉത്തരം പറയാൻ പറ്റും? രാജകീയ വർഗം എന്ന് പറഞ്ഞ രാജാവിനെ പോലെ ജീവിക്കുന്ന രാജകീയ വർഗം എന്ന് പറഞ്ഞ രാജകുടുംബത്തിൽപ്പെട്ടവർ. ഒന്ന് ഓർത്തോണേ, രക്ഷിക്കപ്പെട്ട നിങ്ങൾ രാജകീയ അല്ലെങ്കിൽ റോയൽ ഫാമിലിയിൽപ്പെട്ട ആൾക്കാരാണ്. രാജകീയ പൗരോഹിത്യം. അപ്പൊ നമ്മൾ ആദ്യം ഇന്ന് രാജകീയ അഭിഷേകത്തെ പറ്റിയാണ് കേൾക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് 2 തരം അഭിഷേകം ലഭിക്കുന്നുണ്ട്. ഒന്ന് രാജകീയ അഭിഷേകം, 2 പൗരോഹിത്യ അഭിഷേകം. എന്താണ് രാജകീയ അഭിഷേകം? ഞാൻ പെട്ടെന്ന് തന്നെ ഒരു വാക്യത്തിലേക്ക് ഒന്ന് പോകാം. ശമൂവേൽ പ്രവാചകന്റെ പുസ്തകത്തിന്റെ അകത്ത്, ശമൂവേൽ പ്രവാചകന്റെ പുസ്തകം അതിന്റെ 9-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്: നാളെ ഈ നേരത്ത് ബെന്യാമിൻ ദേശക്കാരനായ ഒരാളെ ഞാൻ നിന്റെ അടുക്കലേക്ക് അയക്കും. എന്റെ ജനമായ ഇസ്രായേലിനെ ഭരിക്കേണ്ടതിന് നീ അവനെ അഭിഷേകം ചെയ്യണം. ശൗൽ എന്ന് പറയുന്ന ഇസ്രായേലിന്റെ ആദ്യ രാജാവിനെ പറ്റിയാണ് പറഞ്ഞേക്കുന്നത്. ജനത്തെ ഭരിക്കുവാൻ രാജാവായി ദൈവം അഭിഷേകം ചെയ്യുന്നു. നോക്കിക്കേ, അപ്പൊ ജനത്തെ ഭരിക്കേണ്ട രാജകീയമായ ഒരു അഭിഷേകമുണ്ട്.
അപ്പൊ ദൈവം പറയുന്നു, നിങ്ങളോ അന്ധകാരത്തിൽ നിന്നും അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പൗരോഹിത്യ വർഗം എന്ന് പറയുമ്പോൾ രാജകീയ അഭിഷേകത്തിന്റെ അകത്ത് ഭരിക്കുന്ന ഒരു തലമുണ്ട്. ഭരിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ കൊടുത്തേക്കുന്ന ഒരു വാക്ക് ഇങ്ങനെയാണ്: നിങ്ങൾ സകലത്തെയും എന്ത് ചെയ്യുക? വാഴുക, റെയിൻ ഓവർ, അല്ലെങ്കിൽ റൂൾ ചെയ്യുക എന്നൊരു വാക്ക് അവിടെയുണ്ട്. വാഴുക, അതിൽ ഭരിക്കുക. അപ്പൊ ഇതൊരു അഭിഷേകമാണ്. രാജകീയ അഭിഷേകം എന്ന് പറഞ്ഞാൽ വാഴുവാൻ കഴിയുന്ന ഒരു അഭിഷേകമാണ്. അപ്പൊ രക്ഷിക്കപ്പെട്ട നിമിഷം മുതൽ, യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ച നിമിഷം മുതൽ എന്താണ് സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ മേലേക്ക് ഒരു രാജകീയ ഒരു അഭിഷേകം വന്ന് വീണ്ടിരിക്കുന്നു. രാജകീയ അഭിഷേകത്തിന്റെ പ്രത്യേകത പറഞ്ഞാൽ നിങ്ങൾക്ക് വാഴുവാൻ കഴിയും. നിങ്ങൾക്ക് സകലത്തിന്റെ മീതെ വാഴുവാൻ കഴിയുന്ന അഭിഷേകമാണ് രാജകീയ അഭിഷേകം. അപ്പോൾ രാജകീയ അഭിഷേകം ഒരു വ്യക്തിക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തി വാഴും. ഓരോ പ്രതിസന്ധികൾ വരുകൊണ്ടാണ്, കഴിഞ്ഞ ദിവസം ഞാൻ ആ വാക്യം തൊട്ടുപോയായിരുന്നു, 5 റോമാലേഖനം 5 പറയുന്ന, ഏകന്റെ ലംഘനത്താൽ മരണം ഏകനിമിത്തം വാഴുമെങ്കിൽ കൃപയുടെയും നിര്യാണത്തിന്റെയും സമൃദ്ധി ലഭിക്കുന്നവൻ യേശുക്രിസ്തു എന്ന ഏകനിമിത്തം ജീവനിൽ വാഴും. ഈ വാഴുക എന്ന പദം രാജാവിന് ഉപയോഗിക്കുന്നതാണ്. നമ്മുടെ നാട്ടിൽ അങ്ങനെ എന്ത് ചെയ്യത്തില്ല, വാഴുക എന്നൊരു ഉപയോഗമില്ല. നമ്മൾ പറയത്തില്ല ജനങ്ങളെ ഭരിക്കുന്നു എന്ന് പറയും. ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ ജനങ്ങളെ ഭരിക്കുന്നു. വാഴുക എന്ന് പറഞ്ഞാൽ രാജകീയമായ ഒരു പദവിയാണ്. അപ്പൊ നിങ്ങളോ അന്ധകാരത്തിൽ നിന്നും അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ച ദൈവത്തിന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തെരഞ്ഞെടുക്കപ്പെട്ട, ഭരിക്കുവാൻ കഴിയുന്ന രാജകീയമായ ഒരു അഭിഷേകത്തിന്റെ അകത്ത് നിൽക്കുന്നവരാണ്. ആമേൻ. ഇനി ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് ചോദിക്കാൻ വേണ്ടി പോകുന്നുണ്ട് ക്വസ്റ്റ്യൻസുകളെ. രാജകുടുംബത്തിൽ ജീവിക്കുന്ന ആൾക്കാര് എങ്ങനെയായിരിക്കും ജീവിക്കുന്നത് ഒന്ന് പറഞ്ഞ്. രാജകുടുംബത്തിൽ ജീവിക്കുന്ന വ്യക്തികൾ 1-2 ഉദാഹരണം പറയാവുള്ളേ, ഒത്തിരി നീട്ടുകയും വേണ്ടേ, മനസ്സിലാക്കാൻ വേണ്ടിയാണ്. രാജാവിനെ കൊട്ടാരത്തിലായിരിക്കും ജീവിക്കുന്നത്. ഉയർന്ന നിലയിലുള്ള ജീവിതമാണ്. ആമേൻ. അതാണ് ഉത്തരം. ഏറ്റവും ഉയർന്ന നിലയിലുള്ള ജീവിതമാണ് അവരുടേത്, അല്ലെ? ഏറ്റവും ബെസ്റ്റ് ആണ് രാജകുടുംബത്തിലുള്ളവർക്ക്. ഇന്ന് നമുക്ക് രാജഭരണമില്ല, നമുക്ക് ഇന്ന് രാജഭരണം കാണാൻ കഴിയുന്നില്ല. എന്നാൽ പല രാജ്യങ്ങളിലും രാജഭരണം ഉണ്ട്. ഏറ്റവും ഉയർന്നതും ഏറ്റവും ശ്രേഷ്ഠമായതും ഏറ്റവും മേൽത്തരമായതുമാണ് രാജകുടുംബത്തിൽപ്പെട്ടവർക്കും രാജാവിനും ലഭിക്കുന്നതെങ്കിൽ നിങ്ങൾ അന്ധകാരത്തിൽ നിന്നും വിളിക്കപ്പെട്ട രാജകീയ പുരോഹിത വർഗമെന്ന് പറഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് നിങ്ങളുടെ വീട്ടിലുണ്ടാകണം. ഏറ്റവും നല്ലത് നിങ്ങളുടെ വീട്ടിലുണ്ടാകണം. ഏറ്റവും ഗുണനിലവാരമുള്ളത് നിങ്ങൾക്ക് ലഭിക്കണം. അപ്പൊ വ്യത്യാസം മനസ്സിലായോ? ഇതാണ് രാജകീയ അഭിഷേകം. രാജകീയ അഭിഷേകം എന്ന് പറഞ്ഞാൽ ഒന്ന് വാഴുവാൻ കഴിയും. പിശാശ് നിങ്ങളുടെ മേൽ വാഴുകയല്ല, നിങ്ങൾ പിശാശിന്റെ മീതെ വാഴുന്നവരാണ്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ അന്ധകാരത്തിൽ നിന്നും അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സകലത്തെയും വാഴുവാൻ കഴിയും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴും ഓരോ പ്രതിസന്ധി വരുമ്പോഴും അത് നിങ്ങളെ ജയിക്കുവാൻ കഴിയത്തില്ല. കാര്യം അതിനെ ജയിക്കുവാൻ ഒരു അഭിഷേകം നിങ്ങളുടെ മേലുണ്ട്. ആ അഭിഷേകത്തിന്റെ അകത്താണ് നിങ്ങൾ നിൽക്കുന്നത്. അതാണ് രാജകീയ അഭിഷേകം. അപ്പൊ ഈ രാജകീയ പൗരോഹിത്യ വർഗം എന്ന് പറയുമ്പോൾ നിങ്ങൾ നോക്കിയേ, ഇത് നടക്കാൻ പോകുന്ന കാര്യമാണോ? ആ വചനം ഒന്ന് നമുക്ക് ശ്രദ്ധിച്ചു നോക്കാം. പത്രോസ്ലീഹായുടെ ലേഖനത്തില്, നിങ്ങളോ അന്ധകാരത്തിൽ നിന്നും അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും. നോക്കിയേ, അപ്പൊ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതി എന്നല്ല, ശരിക്കും പറഞ്ഞാൽ ചൂസൺ ജനറേഷൻ എന്നാണ്. തെരഞ്ഞെടുക്കപ്പെട്ട ഒരു തലമുറയെന്നാണ് പറഞ്ഞേക്കുന്നത്. അതെന്തുകൊണ്ടാണ് തലമുറ എന്നൊരു പദം വരാൻ കാരണം? അടുത്ത വാക്യത്തിൽ പറയുന്നു രാജകീയ. അപ്പൊ രാജകീയ തലമുറയിലേക്ക് നിങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നു? ആ പദവിയിലേക്ക് നിങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നു. അപ്പൊ രാജകീയ അഭിഷേകത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ട വ്യക്തി ഏറ്റവും ബെസ്റ്റേ പ്രതീക്ഷിക്കാവുള്ളൂ. ഒന്നുകൂടെ ഞാൻ പറയാം, ഏറ്റവും ബെസ്റ്റാണ് ദൈവം നിങ്ങൾക്ക് തരാൻ വേണ്ടി പോകുന്നത്. ഏറ്റവും ബെസ്റ്റ് നിങ്ങൾക്ക് തന്നിട്ട് ബാക്കി ഉണ്ടെങ്കിൽ മാത്രമേ വേറെ ഉള്ളവർക്കും ഉള്ളൂ കേട്ടോ. കാര്യം നിങ്ങൾ ആരാണ്? രാജകുടുംബത്തിൽപ്പെട്ടവരാണ്.
നമുക്ക് ഇന്നേ വരെ ചിന്തിക്കാൻ പറ്റും. ഇപ്പോൾ ദുബായിലായിക്കോട്ടെ, മറ്റ് ഇംഗ്ലണ്ടിലായിക്കോട്ടെ, മറ്റ് രാജഭരണം നടത്തുന്ന പട്ടണങ്ങളിലായിക്കോട്ടെ, അവിടുത്തെ രാജാവ് ഈ വീടില്ലാത്ത ഹോംലെസ് ആയിട്ടുള്ള ആൾക്കാരെ പോലെ അതുകൊണ്ട് വഴി നിന്നുകൊണ്ട് എനിക്ക് ആഹാരം തരണമെന്ന് പറഞ്ഞുകൊണ്ട് യാചിക്കുന്നത് നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? ദുബായ് രാജാവ് വഴി നിന്നുകൊണ്ട് എനിക്കൊരു ജോലി തരാവോ, എനിക്കൊരു ആഹാരം തരാവോ, എനിക്ക് സ്വന്തമായിട്ട് വീടില്ല, ആരെങ്കിലും സഹായിക്കാമോ, എനിക്കൊരു 10 രൂപ വായ്പ തരാവോ എന്നും പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും രാജാവ് വഴി നിന്നുകൊണ്ട് യാചിക്കുന്ന കാണാൻ പറ്റുമോ? നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് ആരും ഇല്ല, കേൾക്കുന്നില്ലേ? ചിന്തിക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? ഇല്ല. ഇല്ല. അങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നില്ല എങ്കിൽ ഇന്ന് ഈ ദിവസങ്ങളിൽ നിങ്ങൾ സ്വന്തമായിട്ട് പറയണം, ഞാൻ രാജകുടുംബത്തിൽപ്പെട്ടയാളാണ്, ഞാൻ രാജകീയ അഭിഷേകത്തിൽ നിൽക്കുന്നയാളാണ്, രാജകീയ അഭിഷേകത്തിൽ നിൽക്കുന്നയാളായതുകൊണ്ട് എൻ്റെ സ്ഥിതികൾ രാജകീയമായി ഞാൻ ജീവിക്കാൻ വേണ്ടി. അപ്പൊ ഇതൊക്കെ നിങ്ങൾ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് അല്ലേ? നമ്മൾ പലപ്പോഴും കേട്ടിരിക്കുന്നത് എന്ത് ചെയ്യണം, അങ്ങനെയൊന്നും അല്ല ജീവിക്കണം, തട്ടിമുട്ടിയൊക്കെ ജീവിക്കാൻ വേണ്ടിയാണ് വിശ്വാസ ജീവിതം എന്ന് പറഞ്ഞാൽ. അല്ല, വിശ്വാസ ജീവിതം എന്ന് പറഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് നിങ്ങൾക്ക് ലഭിക്കേണ്ടതാണ് രാജകീയ അഭിഷേകം. അല്ലെങ്കിൽ ഈ വചനം പറയാൻ പാടില്ല. രാജകീയ പൗരോഹിത്യവർഗം. ഇനി അടുത്തത് പൗരോഹിത്യം എന്ന വാക്ക് പറയാൻ വേണ്ടി പോവാണേ. പൗരോഹിത്യം എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് പൗരോഹിത്യ ശുശ്രൂഷ കാണുന്നത് നമുക്കറിയാം, മൽക്കീസെദേക്ക് എന്ന് പറയുന്ന ഉൽപ്പത്തി പുസ്തകത്തിൽ കാണാൻ പറ്റുന്ന ആളാണ് പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുന്നത്, മൽക്കീസെദേക്ക്. എന്നാൽ അവിടെ വ്യക്തമായിട്ട് അതിനെപ്പറ്റി എഴുതുന്നില്ല. മൽക്കീസെദേക്ക് വരുന്നു, അബ്രഹാമിനെ സ്വീകരിക്കുന്നു, ദശാംശം കൊടുക്കുന്നു, അനുഗ്രഹിക്കുന്നു. ഇതല്ലാതെ മറ്റു പദവികൾ നമുക്ക് കാണാൻ പറ്റുന്നു. എന്നാൽ പിന്നീട് നമുക്ക് കാണാൻ പറ്റുന്നത് പുറപ്പാട് പുസ്തകത്തിന് ശേഷം അഹരോനെ തിരഞ്ഞെടുക്കുന്നു. അതായത് ലേവിയ ഗോത്രത്തിൽ അഹരോനെ തിരഞ്ഞെടുത്തിട്ട് അഹരോന്റെ പുരോഹിതന്റെ വസ്ത്രങ്ങളെ പറ്റിയും പുരോഹിതന്റെ ക്വാളിറ്റിയെ പറ്റിയും പുരോഹിതനെ വലിയ വലിപ്പത്തിൽ അവിടെ കാണിക്കുക. എന്താണ് പൗരോഹിത്യം എന്ന് പറഞ്ഞാൽ? ദൈവവുമായിട്ട് ഏറ്റവും കൂടുതൽ ബന്ധമുള്ള ആളാണ് പുരോഹിതൻ. ഒന്നുകൂടെ ഞാൻ പറയാം, ദൈവവുമായിട്ട് മനുഷ്യന്റെയും ദൈവത്തിന്റെയും നടുവിൽ നിൽക്കുന്ന ബന്ധപ്പെടുന്ന മീഡിയേറ്ററാണ് പുരോഹിതൻ. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറഞ്ഞത്, ഇപ്പൊ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു ശുശ്രൂഷകനായിട്ട് നിൽക്കുമ്പോൾ ഞാൻ ദൈവത്തിൽ നിന്ന്, പൗലോസ്ലീഹ പറഞ്ഞ വാക്ക് ഞാൻ ഇങ്ങനെ എടുക്കുവാണേ, ഞാൻ കർത്താവിങ്കിൽ നിന്ന് പ്രാപിച്ച് നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരുന്നു. അപ്പം കർത്താവിന്റെ ഇടയിൽ നിൽക്കുന്ന, മനുഷ്യരുടെ ഇടയിൽ നിൽക്കുന്ന മീഡിയേറ്ററാണ് പുരോഹിതൻ. നോക്കിക്കേ, അപ്പൊ പുരോഹിത വർഗം എന്ന് നിങ്ങളെ വിശേഷിപ്പിക്കുമ്പോൾ നിങ്ങൾ ആരാണ്? ദൈവവുമായിട്ട് ഏറ്റവും അടുത്ത് ബന്ധമുള്ള ആളാണ് പുരോഹിതൻ. പുരോഹിതൻ എന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പൗരോഹിത്യ അഭിഷേകത്തിന്റെ പ്രത്യേകത നിങ്ങൾ നോക്കിക്കേ. പൗരോഹിത്യ അഭിഷേകത്തിന്റെ പ്രത്യേകത പറഞ്ഞാൽ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നും ദൈവിക ആലോചനകളെ സ്വീകരിച്ച് ജനത്തിന് കൊടുക്കുന്നയാളാണ് പുരോഹിതൻ. ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾ ആരാണ്? രാജകീയ പൗരോഹിത്യം. അപ്പൊ നിങ്ങൾക്ക് എന്ത് രണ്ട് പ്രത്യേകതയുണ്ട്? ഒന്ന്, നിങ്ങൾ രാജകുടുംബത്തിൽപ്പെട്ടവരാണ്. ഒരിക്കലും പഴയ നിയമത്തിൽ രാജകുടുംബത്തിൽപ്പെട്ട പുരോഹിതൻ ഉണ്ടാകത്തില്ല. ദാവീദിന്റെ സന്തതി എന്ന് പറയുമ്പോൾ ദാവീദ് ജനിച്ചൊരു ഗോത്രമുണ്ട്. ആ ഗോത്രത്തിന് ഒരിക്കലും പൗരോഹിത്യത്തിലേക്ക് വരാൻ പറ്റത്തില്ല. പൗരോഹിത്യ ഗോത്രമാണ് ലേവി ഗോത്രം. അപ്പൊ ഒരു ഗോത്രം പൗരോഹിത്യ ഗോത്രമാണെങ്കിൽ ആ ഗോത്രത്തിന് ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയത്തില്ല? രാജകീയ പദവിയിലേക്ക് വരാൻ പറ്റത്തില്ല. പക്ഷെ പുതിയ നിയമത്തിലേക്ക് വരുന്ന സമയത്ത് വിശ്വാസികളെ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ രണ്ട് അഭിഷേകം ലഭിക്കുകയാണ്. അടുത്ത വാക്യത്തിൽ പറയും, നിങ്ങൾ വിശുദ്ധ വംശവും സ്വന്തം ജനവും. കണ്ടോ, അടുത്ത വാക്ക് കണ്ടോ? സ്വന്തക്കാരാ ദൈവത്തിന്റെ. അടുത്ത വാക്യത്തിൽ പറയുന്നത്, മുമ്പേ നിങ്ങൾ ജനമല്ലാത്തവർ, ഇപ്പോഴോ ദൈവത്തിന്റെ ജനം, കരുണ ലഭിക്കാത്തവർ, ഇപ്പോഴോ കരുണ ലഭിച്ചവർ. ഇത്രയും കേട്ടു മനസ്സിലൊരു ചോദ്യം വന്നില്ലേ? നിങ്ങളെ തന്നെ നോക്കിക്കേ, ചുമ്മാ നോക്കിക്കേ, ഒന്ന് കണ്ണ് ഓടിച്ച് നിങ്ങളെ തന്നെ നോക്കിക്കേ. എൻ്റെ ബ്രദറെ, എന്നെ പറ്റി തന്നെയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ മാസവും ഞാൻ ചിട്ടിപ്പൈസ അടയ്ക്കാൻ വേണ്ടി കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ മാസവും ഞാൻ ഓരോ വിഷയത്തിൻ്റെ അകത്ത് ഭാരപ്പെടുകയാണ്. ഈ എന്നെപ്പറ്റിയാണോ ഇത് പറയുന്നത്? ഇവിടെയാണ് വിശ്വാസം എന്ന ആയുധത്തിന്റെ ശക്തി. ഇസ്രായേൽ എങ്ങനെയാണ് ദൈവസന്നിധിയിൽ സാക്ഷ്യം പ്രാപിച്ചത്? എബ്രായ ലേഖനം പറയും, നമ്മുടെ പൂർവികന്മാർ എങ്ങനെയാണ് അവർ സാക്ഷ്യം പ്രാപിച്ചത്? അവർ കേട്ടത് വിശ്വസിച്ചു. ഒന്നുകൂടെ ഞാൻ പറയാം, കേട്ടത് വിശ്വസിച്ചു. അപ്പൊ ഞാനിവിടെ പറഞ്ഞു, നമ്മുടെ പ്രാർത്ഥനയുടെ ട്യൂണുകൾക്കകത്ത് പലപ്പോഴും നമ്മുടെ അനുഗ്രഹത്തിന്റെ തടസ്സങ്ങൾ കിടപ്പുണ്ട്. ഒന്നുകൂടെ ഞാൻ പറയാം, നിങ്ങളൊരു രാജാവിന്റെ വാക്കുകൾ എങ്ങനെയായിരിക്കും? ഒരു രാജാവിന്റെ വാക്കുകൾ എപ്പോഴും കൽപ്പനകളായിരിക്കും, അല്ലെ? രാജാവ് ഇന്നേ വരെ എന്ത് ചെയ്യത്തില്ല? അപേക്ഷിക്കത്തില്ല. നമ്മൾ ആദ്യം വായിച്ച വാക്യത്തിൽ, ശമൂവേലിന്റെ പുസ്തകം 9-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യത്തിൽ കേട്ടു, ശൗലിനെ എന്റെ ജനത്തെ ഭരിക്കേണ്ടതിന്
നോക്കിക്കേ, അവരെ ഭരിക്കേണ്ടതിന്, റൂൾ ചെയ്യുന്നതിന്, അവരുടെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന അവരുടെ മേൽ വാഴേണ്ടതിന് അധികാരിയാക്കി ഞാൻ വെച്ചിരിക്കുന്നു. അപ്പൊ അവിടെ ചെല്ലുമ്പോൾ ശൗൽ രാജാവ് പറയുക, അവിടെ നിൽക്കുന്ന ഭടന്മാട് പറയുക, ഒന്ന് മാറി നിൽക്കാവോ എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്തുവാ? അവര് ഇതെന്ത് രാജാവാ? രാജാവിന്റെ വാക്കിന് ഒരു പ്രത്യേകതയുണ്ടല്ലേ, രാജാവിന്റെ ശബ്ദത്തിന് ഒരു പ്രത്യേകതയുണ്ട്, രാജാവ് ഉപയോഗിക്കുന്ന പദങ്ങൾക്ക് വ്യത്യാസമുണ്ട്. രാജാവ് അപേക്ഷിക്കാറില്ല, കൽപ്പിക്കാറേ ഉള്ളൂ. ആമേൻ. അപ്പൊ നിങ്ങൾ രാജകീയ പൗരോഹിത്യ വർഗമായതുകൊണ്ട് രാജകീയമായിട്ടുള്ള നിങ്ങളുടെ ജീവിതം അങ്ങനെയായിരിക്കണം. അപ്പൊ രാജകീയ അഭിഷേകത്തിന്റെ അകത്ത് നിൽക്കുന്ന വ്യക്തികളുടെ പ്രത്യേകത, നിങ്ങൾക്ക് അധികാരമുണ്ട്. ഈ അധികാരത്തെ നിങ്ങൾ ഉപയോഗിക്കണം. അപ്പൊ അധികാരം ഉപയോഗിക്കുമ്പോൾ എങ്ങനെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അധികാരമുള്ളവന്റെ വാക്കുകൾക്ക് വ്യത്യാസമുണ്ട്. ആമേൻ. അധികാരമുള്ളവൻ സംസാരിക്കുന്നത് എങ്ങനെയാ? കരഞ്ഞുകൂകി സംസാരിക്കില്ല. അധികാരമുള്ളവൻ എപ്പോഴും സംസാരിക്കുമ്പോൾ അധികാരത്തോടെയാണ് സംസാരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഉദാഹരണമായിട്ട് പറയുന്നു, നിങ്ങളിപ്പോൾ ഒരു പ്രശ്നത്തിന്റെ അകത്തൊക്കെ പെടുമ്പോഴേക്കും ദൈവത്തോട് പറയാ, കർത്താവേ ഈ പ്രതികൂലത്തിന്റെ അകത്തുനിന്ന് എന്നെ രക്ഷിക്കണമേ എന്ന് പറയുന്നത് രാജകീയ അഭിഷേകമല്ല. രാജകീയ അഭിഷേകം എന്ന് പറഞ്ഞാൽ അഭിഷേകത്തിന്റെ അകത്ത് നിന്നുകൊണ്ട് യേശുവിന്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു, ഇതല്ല എൻ്റെ അവകാശം, ഞാൻ കർത്താവിന്റെ നാമത്തിൽ സാക്ഷ്യമായി തീരും. ആമേൻ. അപ്പൊ രാജകീയ അഭിഷേകത്തിന്റെ പ്രത്യേകത, നിങ്ങൾ രാജകീയ അഭിഷേകത്തിന്റെ അകത്ത് നിൽക്കുന്ന ഒരു വ്യക്തി അധികാരത്തോടെ സംസാരിക്കാൻ പഠിക്കണം. 2, രാജകുടുംബത്തിലുള്ളതെല്ലാം നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടാകണം. ഇതാണല്ലോ രാജകീയ വർഗം എന്ന് പറയുന്നത്. അപ്പൊ ചിലർ പറയും, ബ്രദറെ അത് ആത്മീകമല്ലേ? അല്ല. ആത്മീകം എന്ന് പറഞ്ഞാൽ ആത്മീയമായ കാര്യങ്ങളെ പറ്റിയുള്ള അറിവാണ്. ഇവിടെ നിങ്ങൾ നോക്കിയേ, ഇവിടെ ആത്മീയമായ കാര്യം പറയുമ്പോൾ ഒരു വാക്ക് അവിടെ ഉപയോഗിക്കുന്നുണ്ട്, നിങ്ങൾ വിശുദ്ധ വനവും സ്വന്തം ജനവുമാകുന്നു. അപ്പൊ ഈ സ്വന്തം ജനം എന്ന് പറയാൻ കാരണം ദൈവത്തിന്റെ ആളുകളായിരിക്കുന്നു. അപ്പൊ അവിടെ ആത്മീകവും ഭൗതികവും ഒരുമിച്ച് വന്നു. ദൈവത്തിന്റെ ആളുകൾ എങ്ങനെ ആയിരിക്കണം? അതാണ് ദൈവത്തിന്റെ ഒരു രീതി. അതാണ് ദൈവം. യേശുക്രിസ്തു രാജാവാണെങ്കിൽ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ദൈവത്തിൽ നിന്ന് ജനിച്ചതെല്ലാം രാജകീയ വർഗമാണ്. അപ്പൊ ഈ രാജകീയ വർഗമായ നിങ്ങൾ, രാജകീയ വർഗമായിരിക്കുന്ന നിങ്ങൾ, ബൈബിൾ പറയുന്നു, മുമ്പേ നിങ്ങൾ ജനമല്ലാത്തവർ, ഇപ്പോഴോ ദൈവത്തിന്റെ ജനം. ഇനി പൗരോഹിത്യ ശുശ്രൂഷയുടെ പറയാം. പൗരോഹിത്യ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വ്യക്തിയെ പ്രാർത്ഥിക്കുവാനും ഒരു വ്യക്തിയുടെ മേലുള്ള ദുരാത്മാക്കളെ ഓടിക്കുവാനും അവരുടെ മേൽ ഏതൊക്കെ പ്രതികൂലങ്ങളുണ്ടോ അതിൻ്റെ മീതെ വാഴുവാൻ രാജകീയ പൗരോഹിത്യ അധികാരമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, പുരോഹിതൻ എന്ന് പറഞ്ഞാൽ ദൈവവുമായിട്ട് ബന്ധപ്പെട്ട് മനുഷ്യന്റെ ഇടയിൽ നിൽക്കുന്ന ആളാണ്. അപ്പൊ ദൈവവുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ, ഒരർത്ഥം ഞാൻ പറയാം, ദൈവവുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ പിശാചിന് നിങ്ങളെ തൊടാൻ കഴിയത്തില്ല. ഇതാണ് പൗരോഹിത്യ അഭിഷേകം. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ എനിക്ക് അധികാരമുണ്ട്, എനിക്ക് നിങ്ങളെ അനുഗ്രഹിക്കുവാൻ അധികാരമുണ്ട്, എനിക്ക് നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് ബന്ധനങ്ങളെ അഴിക്കുവാൻ അധികാരമുണ്ട്. അത് എൻ്റെ കഴിവല്ല, എൻ്റെ മേലിട്ടിരിക്കുന്ന അഭിഷേകത്തിന്റെ പ്രത്യേകതയാ. ഈ അഭിഷേകത്തിന്റെ അകത്ത് നിൽക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഈ അഭിഷേകത്തിന്റെ അകത്ത് നടക്കും. അതുകൊണ്ടാണ് അയ്യോ പൊത്തോ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥനാ വിഷയം പറഞ്ഞുകൊണ്ടിരിക്കരുത്. അധികാരത്തോടെ കൽപ്പിക്കണം. എൻ്റെ ജീവിതത്തിന്റെ അകത്ത് ദൈവപ്രവർത്തികൾ ഉണ്ടാകും, എൻ്റെ യേശുവിന്റെ നാമത്തിൽ. അപ്പൊ ഈ ബോധത്തിൽ എന്ത് ചെയ്യണം? നിങ്ങൾക്കറിയാം, ഈ രാജാക്കന്മാർ നടപ്പ് കണ്ടിട്ടുണ്ടോ? രാജാക്കന്മാർ നടപ്പെന്ന് പറഞ്ഞാൽ ഒടിഞ്ഞു കുത്തി അവർ നടക്കത്തില്ല. അവർ നടക്കുന്ന ഒരു പ്രൗഢിയുണ്ട് അല്ലേ? അവരുടെ വാക്കിലും നടപ്പിലും ഒക്കെ ഒരു പ്രൗഢിയുണ്ട്. രാജകീയ പൗരോഹിത്യ വർഗം. നിങ്ങൾ ഈ പഴയ നിയമത്തിൽ പൗരോഹിത്യ ലേവ്യ പുസ്തകം വായിക്കുന്ന സമയത്ത് നമ്മുടെ തലയ്ക്കകത്തോട്ട് ഭയങ്കര ഭാരം വരും. കാര്യം പുരോഹിതന്റെ വസ്ത്രം എന്നൊക്കെ പറഞ്ഞാൽ എന്തുവാ? സ്വർണം കൊണ്ടും വലിയ രീതിയിലുള്ള രക്തം കൊണ്ടും ഒക്കെ പതിപ്പിച്ച് വളരെ എക്സ്പെൻസീവ്. അതൊരെണ്ണം കിട്ടിയാൽ എനിക്ക് തോന്നുന്നത് കേരളത്തിലെ പകുതി പട്ടിണി മാറ്റാൻ പറ്റും. അത്രത്തോളം എക്സ്പെൻസീവാണ് പുരോഹിതന്റെ വസ്ത്രം. അപ്പം നിങ്ങൾ പറഞ്ഞോനെ, ആ പൈസ ഉണ്ടായിരുന്നെങ്കിൽ എന്തോരം പാവങ്ങളെ സഹായിക്കാം. ആ പുരോഹിതന്റെ വസ്ത്രത്തിന് പകരം ലേവ്യ പുസ്തകത്തിൽ എന്താ പറയുക, പുരോഹിതന് ഏതെങ്കിലും ഒരു കഞ്ഞിമുക്കിയ ഒരു ഉടുപ്പിട്ടുകൊണ്ട് അവിടെ എങ്ങനെ പോയാൽ പോരായിരുന്നു? അദ്ദേഹത്തിന് എങ്ങനെയെങ്കിലും എന്താ പറയുന്നത്, ഒരു ചണവസ്ത്രം ധരിച്ചുകൊണ്ട് നിന്നാൽ പോരായിരുന്നു? ദേവരാൻ പറയും, ഇല്ല, അവൻ എൻ്റെ പുരോഹിതനാ. പുരോഹിതൻ എന്ന് പറഞ്ഞ ദൈവത്തെ റെപ്രസെന്റ് ചെയ്യുന്ന ആളാണ്, ദൈവത്തിന്റെ അംബാസിഡേഴ്സ് ആണ് അവർ.
അപ്പൊ അവർക്കൊരു സ്റ്റാൻഡേർഡ് ഉണ്ട്. അതുകൊണ്ടാണ് ദൈവം നമുക്ക് ഏറ്റവും കൂടുതൽ കണ്ടാൽ വലിയ ഭയം തോന്നും, ഭാരം തോന്നും. ഭയമല്ല, ഭാരം തോന്നും. ഇത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള വസ്ത്രം എന്തിനാണ് പുരോഹിതന്? എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ ദൈവത്തിന്റെ പ്രതിനിധിയായി നിൽക്കുന്ന വ്യക്തിയാണ്. ഇതേ 2 അഭിഷേകമാണ് നിങ്ങളുടെ മേൽ ലഭിച്ചിരിക്കുന്നത്. നമുക്ക് പുരോഹിതന്റെ വസ്ത്രമൊന്നും ഇല്ലെങ്കിലേ ഉള്ളൂ, പക്ഷേ നമ്മുടെ അകത്ത് പുരോഹിതന്റെ അധികാരമുണ്ട്. പൗരോഹിത്യ അധികാരത്തിൽ നിന്നുകൊണ്ട് പറയുമ്പോൾ നിങ്ങൾ ഈ അധികാരം തിരിച്ചറിഞ്ഞുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? യേശുവിന്റെ നാമത്തിൽ പറയുമ്പോൾ പിശാചുക്കൾ അവിടെ കീഴടങ്ങും. ഇതാണ് പുരോഹിതന്റെ ശക്തി. പുരോഹിതന്റെ ശക്തി എന്ന് പറഞ്ഞാൽ, ഇപ്പൊ എന്റെ മേലൊരു പൗരോഹിത്യ അധികാരമുണ്ടെങ്കിൽ യേശുവിന്റെ നാമത്തിൽ പറയുമ്പോൾ ഭൂതങ്ങൾ അവിടുന്ന് വിട്ടുപോകും, പിശാചുക്കൾ അവിടുന്ന് വിട്ടുപോകും. പ്രത്യേകിച്ച് അതിനുവേണ്ടി ഭൂതശാന്തി വരത്തിന് വേണ്ടി പോകുന്നു വേണ്ട. ഈ പൗരോഹിത്യ വർഗമാണെന്ന് വിശ്വസിച്ചാൽ മതി. ഇതാണ് പൗരോഹിത്യ അഭിഷേകം. പുരോഹിതന്റെ മുമ്പിൽ ദൈവത്തിന്റെ പ്രതിനിധി ആയതുകൊണ്ട് പിശാചിന് അവനെ തൊടാൻ കഴിയത്തില്ല. നമുക്ക് കാണാൻ പറ്റും, ആരോനെയോ ലേവി ഗോത്രത്തിൽപ്പെട്ടവരെ അവന് നശിപ്പിക്കാൻ കഴിയത്തില്ല. കാര്യം ഇവൻ ദൈവത്തിന്റെ കണക്ഷനിൽ നിൽക്കുന്ന ആൾക്കാരാ. അപ്പൊ ആലോചിച്ച് നോക്കി, നിങ്ങൾ നിസ്സാരക്കാരാണോ? പിന്നെ എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കുടുംബത്തിൽ ഇതെല്ലാം കേട്ട് ബലപ്പെട്ടെങ്കിലും എന്തുകൊണ്ട് എൻ്റെ അവസ്ഥകൾക്ക് വ്യത്യാസം വരുന്നില്ല എന്നൊരു ചോദ്യം ചോദിച്ചാൽ, ഞാൻ എബ്രായ ലേഖനത്തിന്റെ 11-ാം അധ്യായത്തിലെ വാക്യത്തിലേക്ക് പറയുകയാണ്, വിശ്വാസം എന്നതും ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നു. ഇവയാലല്ലോ നമ്മുടെ പൂർവികന്മാര് സാക്ഷ്യം ലഭിച്ചത്. അവർ സ്വയമായി വിശ്വസിച്ചു, ഞങ്ങൾ ദൈവത്തിന്റെ ജനമാണ്. നിങ്ങൾ അറിയാവോ, അവിടെ ദാവീദ് ഗോലിയാത്തിന് മുമ്പിലേക്ക് പോകുന്ന സമയത്ത് ദാവീദ് സ്വയം പറഞ്ഞുണ്ട്, ദൈവത്തിന്റെ ജനത്തെ നീ ദുഷിക്കുന്നുവോ? അപ്പൊ ദാവീദേ, ആരാ നിന്നോട് പറഞ്ഞു ദൈവത്തിന്റെ ജനമാന്ന്? ഞങ്ങൾ കേട്ടു പിതാക്കന്മാരിലൂടെ, അതുകൊണ്ട് ഞങ്ങൾ വിശ്വസിക്കുന്നു ഇത് ദൈവത്തിന്റെ ജനമാണ്. ആമേൻ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ദിവസങ്ങളിൽ പറയണം, എൻ്റെ അകത്ത് രാജകീയ പുരോഹിത നാളെ ഞാൻ ചോദിക്കുമ്പോൾ മറന്നുപോലെ, രാജകീയ പൗരോഹിത്യ അഭിഷേകമുണ്ട്. ഞാൻ പറഞ്ഞാൽ ചിലത് സംഭവിക്കും, ഞാൻ പറഞ്ഞാൽ ചിലത് ഉണ്ടായി വരും. ഈ ഒരു ഉറപ്പ് എപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. അപ്പൊ ഞാൻ നെഗളിക്കാൻ വേണ്ടിയല്ല ഇത് പറയുന്നത്, പകരം എൻ്റെ അധികാരത്തെ തിരിച്ചറിഞ്ഞ് രാജാവ് ഇപ്പം ആ രാജസിംഹാസനത്തിൽ പോയിരുന്നുകൊണ്ട് ഉറക്കം തൂങ്ങിക്കൊണ്ടിരുന്ന എങ്ങനെ ഇരിക്കും? രാജാവ് അവിടെ നിന്ന് ഉറങ്ങിയാൽ എന്നായിരിക്കും? ആ രാജ്യം മൊത്തം തകർന്നു പോകും. ഇതേപോലെ തന്നെ ഒരു വിശ്വാസി ബലഹീനനും ഒരു അവിശ്വാസിയെ പോലെ സംസാരിച്ചാൽ കുടുംബം തകർന്നു പോകും. വിശ്വാസി പറയണം, എൻ്റെ കുടുംബത്തിൽ രാജകീയ നന്മകൾ വരും. എൻ്റെ കൂടെ എന്ന് പറഞ്ഞിട്ട്, രാജകീയ നന്മകൾ ഞാൻ എൻ്റെ കുടുംബത്തിൽ കാണും എന്ന് ഉറക്കെ ഒന്ന് പറഞ്ഞ്. രാജകീയ നിങ്ങൾ ജീവിക്കേണ്ടത് രാജകീയ പ്രൗഢിയിലാണ്. അതുകൊണ്ട് ചില പറയത്തില്ലോ, ഒത്തിരി ഒന്നും ആഗ്രഹിക്കരുത്, അതൊക്കെ നികളവല്ലേ, അതൊക്കെ അഹങ്കാരമല്ലേ. ചിലർ പറയാറില്ല, എൻ്റെ പ്രിയരെ, നിങ്ങൾ രാജ കുടുംബത്തിൽ, ഞാനൊന്ന് ചുമ്മാ ചോദിക്കുവാണേ, ദുബായ് രാജാവിന്റെ കുടുംബത്തിൽ അവർക്ക് എത്ര സ്വത്തുണ്ടെന്ന് ആർക്കെങ്കിലും ഒറ്റവാക്കി പറയാൻ പറ്റുമോ? അവരുടെ സ്വത്ത് വിവരങ്ങൾ ഒറ്റവാക്കി പറയാൻ പറ്റുമോ? കറക്റ്റ് കണക്ക് ഇംഗ്ലണ്ടിലെ രാജാവിന് ബക്കിംഗ്ഹാം കൊട്ടാരത്തിൽ, ഞാൻ ആ കൊട്ടാരത്തിൽ പോയി കണ്ടതാ. വലിയ ആ കൊട്ടാരത്തിന്റെ മുമ്പിൽ പോയി നിൽക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും, ഗേറ്റ് തന്നെ വലിയ ഗേറ്റുകളും മറ്റെല്ലാം. അതിൻ്റെ അകത്ത് ഞങ്ങൾക്ക് അകത്ത് കയറാൻ പറ്റിയില്ല അന്ന് പോയ സമയത്ത്. എങ്കിലും കേട്ടിരിക്കുന്നത്, അവിടെ ചെല്ലുമ്പോൾ അവർ ബാത്റൂം അവർ ഉപയോഗിച്ചിരിക്കുന്ന സകലതും എടുത്ത് പുറത്ത് ഇങ്ങനെ എക്സിബിഷൻ പോലെ കാണിക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള പല കാര്യങ്ങളും അവിടെ ഉള്ളത്. അപ്പം ഞാൻ ചോദിക്കുക, ആക്ച്വലി നിങ്ങൾക്ക് എത്ര രൂപയുടെ ആസ്തി ഉണ്ടെന്ന് ചോദിച്ചാൽ ഒറ്റയടിക്ക് അവർക്ക് പറയാൻ കഴിയത്തില്ല. ദുബായ് രാജാവിന് എത്ര സ്വത്തുണ്ടെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ മൊത്തം കണക്ക് ഒറ്റ വാക്കി പറയാൻ പറഞ്ഞാൽ അവർക്ക് പറയാൻ പറ്റത്തില്ല. ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങളുടെ കയ്യിൽ എത്രയുണ്ടെന്ന് ചോദിച്ചാൽ ഇപ്പൊ പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? എത്ര രൂപ നിങ്ങളുടെ കയ്യിലുണ്ട് അക്കൗണ്ടിൽ? ഒന്ന് പറഞ്ഞേ. ഇല്ല, പറയാൻ പറ്റത്തില്ല. ഒന്ന് പറ ആർക്കെങ്കിലും. യേശുവിന്റെ ആളായതുകൊണ്ട് ഞങ്ങൾക്ക്. ഓ, യേശുവിന്റെ ആളല്ല ഞാൻ ചോദിച്ചത്, നിങ്ങളുടെ ഒരു മാനുഷികമായിട്ട് പറ. നിങ്ങൾക്ക് നോർമലി നിങ്ങളുടെ അക്കൗണ്ടിൽ എത്ര രൂപയുണ്ട്? ഒന്ന് പറ. ആരും കേൾക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പറയണ്ട. 1000 രൂപ, 2000 രൂപ, 250 രൂപ. ഞാൻ ആത്മീയമല്ല ചോദിക്കുന്നത്, ഇതാ കുഴപ്പം. ആത്മീയമല്ല ചോദിക്കുന്നത് പറഞ്ഞാൽ നിങ്ങൾ പിന്നെയും തിയോളജി പഠിപ്പിക്കുവാണോ?
ഞാൻ ആത്മീയമല്ല ചോദിക്കുന്നത്. ഞാൻ ചോദിച്ചത് ബക്കിംഗ്ഹാം കൊട്ടാരത്തിലിരിക്കുന്ന അവിടുത്തെ ചാൾസ് രാജാവിനും ദുബായിലിരിക്കുന്ന രാജാവിൻ്റെയും എത്ര ഉണ്ടെന്ന് ചോദിച്ചാൽ അവർക്ക് ഒറ്റയടിക്ക് പറയാൻ പറ്റത്തില്ല. അവർക്ക് എത്ര സ്വത്ത് എനിക്കുണ്ട്, എവിടെയൊക്കെ ഉണ്ട്, എന്തൊക്കെ ഉണ്ടെന്ന് ചോദിച്ചാൽ അവർക്ക് അറിയത്തില്ല. അവർ കാര്യം രാജകുടുംബത്തിൽപ്പെട്ടവരാണ്, കണക്ക് അവർക്ക് പെട്ടെന്ന് പറ്റത്തില്ല. പക്ഷെ നിങ്ങളോട് ചോദിച്ചപ്പോൾ നിങ്ങൾ എന്നാ പറഞ്ഞു? 250 രൂപ. ആത്മീയമായിട്ടല്ല ഞാൻ ചോദിക്കുന്നത്. ദൈവത്തിന്റെ അക്കൗണ്ടിലോട്ട് ഇപ്പൊ പോകരുതേ. ദൈവത്തിന്റെ അക്കൗണ്ടിലോട്ട് പോകുന്ന ഒരു നാളെ പ്രാർത്ഥനാ വിഷയമായിട്ട് ഈ പരിസരത്തേക്ക് വന്നേക്കരുത്. അങ്ങനെ പറയുന്ന ആൾക്കാർ, എനിക്ക് ദൈവത്തിന്റെ അക്കൗണ്ടാണ് എല്ലാം ഉള്ളതെന്ന് പറഞ്ഞു വരുന്നവര് പിന്നെ പ്രാർത്ഥനാ വിഷയമായിട്ട് വന്നേക്കരുത്. ആമേൻ. കേട്ടെ, ഞാൻ ചോദിച്ചത് നിങ്ങൾക്ക് ഒറ്റയടിക്ക് ഇത് പറയാൻ പറ്റിയല്ലേ? പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ബാങ്ക് ബാലൻസ് അല്ല നിങ്ങൾ അന്വേഷിക്കേണ്ടത്. രാജകീയമായ ഒരു നന്മയിലേക്ക് ദൈവം നിങ്ങളെ ബന്ധപ്പെടുത്തിയിരിക്കുക. ശൗലിനോട് പറഞ്ഞു, ഞാൻ നിന്നെ ഇസ്രായേലിനെ ഭരിക്കേണ്ടതിന്, ഇസ്രായേലിൽ എന്തൊക്കെ നന്മയുണ്ടോ അതിനെല്ലാം നീയാണ് രാജാവ്. കണ്ടോ, നിന്റെ പേഴ്സിൽ എത്ര ഉണ്ടെന്നല്ല ദൈവം ചോദിച്ചത്, നീ ഇനി ദൈവികമായ രാജകീയ അഭിഷേകത്തിൽ നിൽക്കുക. ഇതാണ് നിങ്ങൾ നോക്കേണ്ടത്. ഇതാണ് എന്തുകൊണ്ടാണ് വിശ്വാസികളായിട്ടുള്ള യഹൂദന്മാര് അനുഗ്രഹിക്കപ്പെടാൻ കാരണമെന്ന് ചോദിച്ചാൽ, അവർക്കറിയാം ഞങ്ങൾ ദൈവത്തിന്റെ ജനമാണ്, ഞങ്ങൾ ദൈവത്തിന്റെ പദ്ധതിയിൽ വന്നവരാണ്. അപ്പൊ ഇതിന്റെ അകത്ത് നിൽക്കുമ്പോൾ നിങ്ങൾ തിരിച്ചറിഞ്ഞോണം, ബൈബിൾ തുറന്നിട്ട് പറയണം. ഞാൻ ഇപ്പൊ നിങ്ങൾ ഇതൊക്കെ പറയുന്നത് കൊണ്ട് ബ്രദറെ വല്ലതും നടക്കും? ഇതൊക്കെ പറഞ്ഞാലേ വല്ലതും നടക്കത്തുള്ളൂ. പറയണം, ഞാൻ രാജകീയ കുടുംബത്തിൽപ്പെട്ട ആളാണെങ്കിൽ ഞാൻ എൻ്റെ നാട്ടിൽ, എൻ്റെ കുടുംബത്തിൽ രാജകുടുംബത്തിലെ പോലെ യേശുവിൻ്റെ നാമത്തിൽ ജീവിക്കും, വാഴുമെന്ന് പറയണം. ഞാൻ പൗരോഹിത്യ അഭിഷേകത്തിൽ നിൽക്കുന്നത് കൊണ്ട് നിങ്ങൾ ഏത് വിഷയം പ്രാർത്ഥിക്കുമ്പോഴും ഒരു പുരോഹിതൻ എങ്ങനെയാണ് അതിനെ കൈകാര്യം ചെയ്യുന്നത്, ദൈവവുമായിട്ട് ബന്ധമുള്ളതുകൊണ്ട് പൗരോഹിത്യവും രാജ്യത്വവുമായ അധികാരത്തിൽ രണ്ടും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ അവിടെ വെളിപ്പെടുന്നത് കൽപ്പനകളാണ്. നിങ്ങളുടെ വിഷയത്തെ നോക്കിയിട്ട് കൽപ്പിക്കുന്നവരാകണം. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു, ഈ വിഷയം എൻ്റെ മുമ്പിൽ അനുകൂലമായതിന് നന്ദി, യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. അപ്പം രാജകീയ പൗരോഹിത്യ അഭിഷേകം നിങ്ങളിൽ ഉള്ളത് കൊണ്ട് നിങ്ങൾ പറയുമ്പോൾ എന്ത് സംഭവിക്കുമെന്നറിയാവോ? നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ അത്ഭുതങ്ങളായി മാറും. ഇങ്ങനെ പറഞ്ഞ് ശീലിക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്നറിയാവോ? നിങ്ങളുടെ അകത്തിരിക്കുന്ന 2 അഭിഷേകങ്ങൾ ചലിക്കുവാൻ തുടങ്ങും. ആമേൻ. ഒരു മൊബൈൽ ഫോൺ ആദ്യമായിട്ട് മേടിച്ചുകൊണ്ട് വീട്ടിൽ വന്നു കഴിയുമ്പോൾ അത് ഡെഡ് ആയിട്ടിരിക്കുന്നത് പോലെ തോന്നും അല്ലേ? ഒന്നും അനങ്ങുന്നില്ല. അതിലോട്ട് ചാർജ് കണക്ട് ചെയ്യുമ്പോൾ ഉടനെ അത് ഓണാകുന്നു, നെറ്റ്വർക്ക് കണക്റ്റ് ആകുന്നു, പെട്ടെന്ന് നമ്മൾ വാട്സാപ്പും അതും ഇതുമൊക്കെ ഡൗൺലോഡ് ചെയ്യുമ്പോൾ അത് ആക്റ്റീവ് ആകുന്നു. ഇതേപോലെ നിങ്ങൾ അധികാരത്തോടെ പറയാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ അകത്തിരിക്കുന്ന അഭിഷേകങ്ങൾ ചലിക്കുവാൻ തുടങ്ങും. അല്ലാത്ത പക്ഷം രാജാവെന്നുള്ള പേരേ ഉള്ളൂ, ജീവിക്കുന്നത് ഭിക്ഷക്കാരനെ പോലെയാ, യാചകനെ പോലെയാ. ഇതാണ് പലരുടെയും അവസ്ഥ. ഹല്ലേലൂയ. ഈ ദിവസങ്ങളൊന്ന് കൽപ്പിച്ചേ, യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ അവസ്ഥകളോട് ഞാൻ കൽപ്പിക്കുന്നു, നന്മയെ ഞാൻ എനിക്കറിയാവുന്ന ഒരു ബ്രദർ ഇങ്ങനെ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, നമ്മൾ അനുഗ്രഹത്തോട് പറയണം, എൻ്റെ വീട്ടിലോട്ട് കയറി വാ എന്ന് പറയണം. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു, എൻ്റെ ഭവനത്തിലോട്ട് കയറി വരട്ടെ. നന്മയെ ഞാൻ വിളിച്ചു വരുത്തുന്നു പറയണം. അനുഗ്രഹത്തെ ഞാൻ വിളിക്കുന്നു, ഇങ്ങോട്ട് വാ യേശുവിൻ്റെ നാമത്തിൽ. നമുക്ക് വിളിച്ചാൽ വരും. ഇതാണ് അധികാരം. അധികാരമുള്ളവൻ അപേക്ഷിക്കത്തില്ല, അധികാരമുള്ളവൻ കൽപ്പിക്കുക ചെയ്യുന്നത്. അതുകൊണ്ടാണ് യേശു പറയുന്നത്, യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കണം. രോഗികളുടെ മേൽ കൽപ്പിക്കണം, ഭൂതങ്ങളുടെ മേൽ കൽപ്പിക്കണം. ആ സാമ്പത്തിക വിഷയത്തിന് നമുക്ക് പറ, യേശുവിനെ അത് ഞാൻ വിളിച്ചു വരുത്തുന്നു പറ. ഞാനിപ്പോൾ കൽപ്പിക്കുന്നു, എൻ്റെ മുമ്പിൽ അത് തുറന്നു വരട്ടെ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് ആ അനുഗ്രഹത്തിൻ്റെ ഡോറുകൾ തുറന്നു വരുവാൻ ഇടയായിത്തീരും. കർത്താവ് സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇതിൻ്റെ അകത്ത് മൈക്കിൾ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തിൻ്റെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയെ ദൈവം ചെയ്യുന്നതായിട്ട് പറയുന്നു. മൈക്കിൾ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നു. ആ കുടുംബത്തിൻ്റെ അകത്ത് ദൈവത്തിൻ്റെ വലിയൊരു പ്രവൃത്തിയെ ദൈവം ചെയ്യുവാൻ വേണ്ടി പോകുന്നു. മൈക്കിളുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ മൈക്കിളിൻ്റെ ഭവനത്തിൽ ദൈവം ഒരു പെൺ തലമുറയെ സ്പർശിക്കാൻ വേണ്ടി പോകുന്നു. നന്ദി കർത്താവേ, ഞങ്ങൾ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നിന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ അത്ഭുത കരം ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ ആ മൈക്കിളിൻ്റെ ഭവനത്തിൻ്റെ മേൽ സംഭവിക്കട്ടെ. ഞങ്ങളിപ്പോൾ തുറന്നു പ്രാർത്ഥിക്കുന്നപ്പ നന്മയായി തീരട്ടെ. പറഞ്ഞു. അപ്പനാണ് മൈക്കിളാണ് പിതാവ്. മൈക്കിളിന് ഒരു മകളെ ഉള്ളൂ. അതെ, മൈക്കിളാണ് പിതാവ്.
ഓക്കെ, യേശുവിന്റെ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ ഇന്ന് തമ്പുരാന്റെ വലിയ പ്രവൃത്തിയെ കർത്താവ് ഇന്ന് കുടുംബത്തിന് മേൽ ചെയ്യാൻ വേണ്ടി പോവാണ്. എൻ്റെ ഉള്ളത്തിൽ കർത്താവ് ഒരു വാക്കിങ്ങനെ പറയുകയാണ്, ശൂന്യമായി പോകുമെന്ന് പറയുന്ന സ്ഥാനത്ത് വളർന്ന് പന്തലിക്കാൻ വേണ്ടി പോവാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ അതിരുകൾ വിസ്താരമാകട്ടെ, നന്മ തുറന്നു വരട്ടെ, സകല വാതിലുകളും തുറന്നു വരട്ടെ, ഉയർച്ച തുറന്നു വരട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കൽപ്പിക്കുന്നപ്പ അനുഗ്രഹത്തിന്റെ വാതിലുകൾ അവരുടെ മുമ്പിൽ തുറന്നു വരട്ടെ. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഇപ്പോൾ തന്നെ തുറന്നു വരട്ടെ. നന്മയാൽ കർത്താവ് സകല ഡോറുകളും ഇന്ന് ആ കുടുംബത്തിന് മേൽ തുറന്നു വരട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. നന്ദി യേശുവേ, നന്ദി കർത്താവേ. ഞങ്ങൾ പിന്നെയും കർത്താവിന്റെ സന്നിധിയിൽ നന്ദിയോടെ പറയുന്നപ്പാ, ഓ ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ എൻ്റെ ഉള്ളത്തിൽ കർത്താവ് ഒരു കുഞ്ഞുമോൾ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പറയുകയാണ്. കുഞ്ഞുമോൾ എന്ന് പറയുന്ന വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഈ കുഞ്ഞുമോളുടെ തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു 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 ബന്ധം, ഒരു സഹോദരിയെ ഞാൻ കാണുവാണ്. പേര് ലിസി എന്നാണ് പേര്. കുഞ്ഞുമോളുടെ അടുത്ത് നിൽക്കുക എന്ന് പറഞ്ഞാൽ അടുത്തുമായിട്ട് ബന്ധമാണ് കാണിക്കുന്നത്. കുഞ്ഞുമോളുമായിട്ട് ബന്ധപ്പെട്ട് ലിസീനെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ രണ്ട് പേരുടെയും തലമുറകളെ തൊട്ട് ദൈവം ആ കുടുംബക്കാരുടെ ഇടയിൽ തന്നെ ഒരു മാന്യതയെ ദൈവം ചെയ്യാൻ വേണ്ടി പോവാന്ന് പറയുന്നത്. യേശുവിന്റെ നാമത്തിൽ ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ഇരുവരെയും ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ കർത്താവിന്റെ വലിയ പറയാൻ വേണ്ടിയാണ്. എന്റെ മമ്മിയാണ് കുഞ്ഞുമോൾ, മമ്മിയുടെ അനിയത്തിയാണ് ലിസി. ഒരു മിനിറ്റ്, ബാക്കി എല്ലാവരും മ്യൂട്ട് ചെയ്ത്, പറയുന്ന സഹോദരി അല്ലാതെ ബാക്കി എല്ലാവരും മ്യൂട്ട് ചെയ്ത്. സിസ്റ്റർ ആരാണത്? എന്റെ മമ്മി ദീപ്തി എന്നാണ് എന്റെ പേര്. എന്റെ മമ്മിയുടെ പേര് കുഞ്ഞുമോൾ എന്നും പപ്പാടെ അനിയന്റെ ഭാര്യയുടെ പേര് ലിസി എന്നുമാണ്. ചേട്ടത്തി അനിയത്തിയുമാണ് അവര്. ഇന്ന് അവർ രണ്ടുപേരുടെ തലമുറകളെ ദൈവം തൊടാൻ വേണ്ടി പോവാന്ന് പറഞ്ഞു. അവരുടെ ഭാവിയെ അടച്ചതിനെ യേശുവിന്റെ നാമത്തിൽ ദൈവം തുറക്കാൻ വേണ്ടി പോകുന്നു. നന്ദി കർത്താവേ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പ കർത്താവിന്റെ പ്രവൃത്തികൾ ഇപ്പോൾ തന്നെ അവിടെ സംഭവിക്കുന്നല്ലോ യേശുവിന്റെ നാമത്തിൽ. അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ ഒരു അക്ഷയ് എന്ന് പറയുന്ന ഒരു തലമുറയെ കർത്താവ് ഇന്ന് അവിടെ സ്പർശിക്കുന്നതായിട്ട് പറയുന്നു. ഈ അക്ഷയ് എന്ന് പറയുന്ന മോൻ മൂത്തതും രണ്ടാമതൊരു പെൺകുട്ടിയും കൂടെ ആ കുടുംബത്തിലുണ്ട്. ആ കുടുംബത്തെ രണ്ടുപേരെയും ഞാൻ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഞാൻ ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവ് എന്നെ മറ്റൊരു വ്യക്തിയുമായി കർത്താവ് കണക്ട് ചെയ്തിട്ട് ഇങ്ങനൊരു വാക്ക് പറയാൻ വേണ്ടി പറയുകയാണ്. ഇങ്ങനൊരു പേര് കർത്താവിനോട് പറയുകയാണ്. ഇന്ന് ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് രാധാമണി എന്ന് പറയുന്ന ഒരു വ്യക്തിയുമായിട്ട് ദൈവം ബന്ധപ്പെടുത്താൻ വേണ്ടി പോവാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂവിന് വേണ്ടി ആ വ്യക്തിയെ ദൈവം കണക്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇപ്പോൾ ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് തലമുറകളുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ ദൈവം അടയാളത്തെ കാണിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ സ്വീകരിച്ചോ. വലിയ പ്രവൃത്തികൾക്ക് വേണ്ടി കർത്താവ് ചെയ്യാൻ വേണ്ടി പോകുന്നു. സൂമിലോ ലൈവിലോ ആയിക്കോട്ടെ തന്നെ കുടുംബം കേൾക്കുന്നുവെങ്കിൽ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ തുറന്നു പ്രാർത്ഥിക്കുന്നപ്പ അത്ഭുത സാക്ഷ്യമായി പറഞ്ഞു പറയാൻ വേണ്ടിയാണോ മ്യൂട്ട് മാറ്റിയത്? ബ്രദറെ, എന്റെ കൂട്ടുകാരിയുടെ മക്കളാണ് അക്ഷയും, അവനൊരു പെങ്ങളും ഉണ്ട്. ഭയങ്കര സാമ്പത്തിക ബുദ്ധിമുട്ടോട് കടന്നു പോവുകയാണ്. ഈ രാധാമണി എന്ന് പറയുന്ന ഒരു വ്യക്തിയുമായിട്ട് ബന്ധപ്പെടുത്തി കർത്താവ് അവരുടെ ജീവിതത്തിന്റെ അകത്തൊരു നന്മയുടെ വാതിലിനെ തുറക്കാൻ വേണ്ടി പോവാന്ന് പറയണം. ദൈവം അവരുടെ ജീവിതത്തെ തുറക്കാൻ വേണ്ടി പോകണം. അത്ഭുതകരമായ സാക്ഷ്യത്തെ ഇൻ ദ നെയിം ഓഫ് ജീസസ് ഞാൻ യേശുവിന്റെ നാമത്തിൽ തുറന്നു പ്രാർത്ഥിക്കുന്നപ്പ നന്ദി കർത്താവേ, നന്ദി യേശുവേ. അതോടൊപ്പം തന്നെ കർത്താവിനോട് പറയുന്ന ഒരു ഷോൺ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കർത്താവ് കുടുംബത്തിൽ സ്പർശിക്കുന്നതായിട്ട് പറയുന്നു. ഷോണിനെ ദൈവം അത്ഭുതകരമായ ഒരു സാക്ഷിയാക്കാൻ വേണ്ടി പോകുന്നു. ആള് മാറിയ വ്യക്തിയെ പോലെ ദൈവം ആക്കാൻ വേണ്ടി പോവാന്ന് പറഞ്ഞത്. ഷോണുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ അത് സ്വീകരിച്ചാട്ടെ. ദൈവ ഭവനത്തിന്റെ മേൽ അത്ഭുതകരമായ പ്രവൃത്തിക്ക് വേണ്ടി ഷോണിനെ വേർതിരിക്കുന്നു. നന്ദി യേശുവേ. ഞങ്ങൾ ഇപ്പോൾ തന്നെ തുറന്നു പ്രാർത്ഥിക്കുന്നപ്പ പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവൃത്തി എന്ന കുടുംബത്തിന്റെ മേൽ കർത്താവ് അങ്ങ് ചെയ്യുന്നല്ലോ. നന്മയാക്കി കർത്താവ് അങ്ങ് കുടുംബത്തെ മാറ്റുന്നല്ലോ. പിതാവേ അങ്ങനെ വലിയ പറഞ്ഞു. എന്റെ ആങ്ങളയുടെ മോനാ ഷോൺ എന്ന് പറഞ്ഞ ആള്. എന്ന ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണം. കർത്താവ് എന്ന കുടുംബത്തെ തൊടാൻ വേണ്ടി പോവാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിന്റെ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പ കർത്താവിന്റെ വലിയ മഹത്വം ഇന്ന് വെളിപ്പെടുന്നില്ല. അപ്പ
യേശുവിന്റെ നാമത്തിൽ ഞാൻ ഈ പറഞ്ഞ ഈ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവ് എന്നെ ഒരു ബീന എന്ന് പറയുന്ന ഒരു വ്യക്തി കർത്താവിന്റെ നാമത്തിൽ ആ കുടുംബത്തിൽ നിന്ന് ഒരു കരം ഇങ്ങനെ മാറി നിൽക്കുന്ന ഒരു കാഴ്ച കർത്താവ് എന്നെ കാണിക്കുന്നു. അങ്ങനെ ഒരു വ്യക്തിയെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുക. എന്നോട് പറയണം, അങ്ങനെ ഒരു വ്യക്തി ഒരു അനുഗ്രഹമായി നിങ്ങളുടെ ജീവിതത്തിലോട്ട് വരാൻ വേണ്ടി പോവാന്ന് പറഞ്ഞു കേട്ടോ. കർത്താവ് ഇന്ന് ഓക്കെ. വലിയൊരു പ്രവർത്തിക്ക് വേണ്ടി ദൈവം വേർതിരിക്കുന്നു. അനുഗ്രഹിച്ചു എന്ന് ഞാനത് പ്രാർത്ഥിക്കുന്നപ്പോ ഏറ്റെടുക്കുന്നു. ഞാനത് യേശുവിന്റെ നാമത്തിൽ തന്നെ. നന്ദി കർത്താവേ, ആമേൻ ആമേൻ നന്ദി ആമേൻ യേശുവേ, ആമേൻ. നന്ദി കർത്താവേ. പരിശുദ്ധാത്മാവിന്റെ വലിയ മഹത്വം. ഷാനല്ല, ഷോൺ എന്നാണ് ഞാൻ പറഞ്ഞത്. ടൈപ്പ് ചെയ്യുന്നത് നോക്കിയോണേ. ഷോൺ എന്നാണ് പറഞ്ഞത്. യേശുവിന്റെ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പ നന്ദി കർത്താവേ. അങ്ങയുടെ വലിയ മഹത്വം ഇന്ന് വെളിപ്പെടുന്നല്ലപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിന്റെ നാമത്തിൽ ഞാൻ ഇന്ന് ബ്ലസ് ചെയ്യുന്നപ്പ കർത്താവെ, അങ്ങയുടെ വലിയ മഹത്വം ഇന്ന് വെളിപ്പെടുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. കർത്താവെ, അങ്ങയുടെ വലിയ മഹത്വം ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ അങ്ങ് കർത്താവെ അങ്ങ് പ്രവർത്തിക്കുന്നതിന് നന്ദി പറയുന്നപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. കർത്താവെ, ഞാൻ അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ ഒരു 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 വ്യക്തിയുടെ പേര് കർത്താവ് എന്നെ കാണിക്കുക. ഷനു എന്നുള്ള ഷനുരാജ്, അങ്ങനത്തെ ഒരു പേരാണ് ഞാൻ കേൾക്കുന്നത്. ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവിനോട് പറയുകയാണ്. ഷനുരാജ് എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു പേരാണ് കേൾക്കുന്നത്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ഞാൻ യേശുവിൻ്റെ നാമത്തിൽ നിന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ ആ കുടുംബത്തിൽ ആ വ്യക്തിയെ ഞാൻ അനുഗ്രഹിക്കുന്നപ്പ ആ കുടുംബത്തിൽ കർത്താവെ ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടി അപ്പ ഇന്ന് കർത്താവ് ആ കുടുംബത്തിൽ ആ വ്യക്തികളെ വേർതിരിക്കുന്നല്ലോ. ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണ്? ആ കുടുംബത്തിന് മേൽ വലിയ കുരുക്കുകൾ ഇന്ന് അഴിയുകയാണ്. അതിന്റെ റിസൾട്ടുകൾ ദൈവം ഇന്ന് അവിടെ തുറക്കാൻ വേണ്ടി പോകുന്നു പറയുന്നപ്പ നന്ദി കർത്താവേ. പറയാനല്ലാത്തവരെല്ലാം മൈക്ക് മ്യൂട്ട് ചെയ്ത്. ആലോചന നിങ്ങളുമായിട്ട് ഇടപെടുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എപ്പോഴും നോക്കുക. ഞാൻ ഇവിടുന്ന് പറയുന്ന സമയത്ത് ഞാൻ എല്ലാവരെയും അൺമ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മൈക്ക് നോക്കുക. അതാണെങ്കിൽ നിങ്ങൾ, അല്ലെങ്കിൽ ആ മൈക്കിൻ്റെ അവിടെ ജസ്റ്റ് പ്രസ് ചെയ്ത് മ്യൂട്ട് ചെയ്യുക നിങ്ങൾ കേട്ടോ. നമ്മൾ മറ്റൊരാളുടെ ആലോചനയ്ക്ക് നമ്മൾ അവർക്കൊരു അനുഗ്രഹമായി നിൽക്കുക. നന്ദി യേശുവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അപ്പം കർത്താവ് എന്നെ ഒരു കുടുംബത്തെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുക. അതായത് ഒരു ബസ് സ്റ്റോപ്പിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു അമ്പലത്തിൻ്റെ ആൾത്തറ കഴിഞ്ഞ് അവിടുന്ന് കുറച്ചും കൂടെ മുമ്പോട്ട് പോയിട്ട് അവിടുന്ന് ഷാജി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ വീട് കഴിഞ്ഞിട്ട് പിന്നെ ഷാജി എന്ന് പറഞ്ഞ വ്യക്തിയുടെ വീട് കഴിഞ്ഞ് രണ്ടാമത്തെ ഭവനമാണ് ഈ വ്യക്തിയുടെ വീട്. ഞാൻ ഈ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് എൻ്റെ ഉള്ളത്തിൽ പറഞ്ഞത് ഈ ഷാജിയുടെ ഭവനം കഴിഞ്ഞ് 1, 2 രണ്ടാമത്തെ വീടാണ് ഈ പറയുന്ന വ്യക്തിയുടെ വീട്. ഞാൻ ആ വ്യക്തിയുമായിട്ട് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇവ 2 വീടുമായിട്ട് ബന്ധപ്പെട്ട് അവിടുത്തെ ഒരു വ്യക്തി നിങ്ങളുടെ വീട്ടിലോട്ട് കയറി വരും. അപ്രതീക്ഷിതമായിട്ട് പറഞ്ഞിട്ടല്ല, അപ്രതീക്ഷിതമായിട്ട് കയറി വന്ന് ചില കാര്യങ്ങളെ പറയും. ആ ദിവസം മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവികമായ ഒരു നന്മയുടെ അടയാളമായിട്ട് കർത്താവ് എന്നെ കാണിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് കർത്താവിൻ്റെ വലിയ മഹത്വം ഇന്ന് ആ കുടുംബത്തിൻ്റെ മേൽ വെളിപ്പെടട്ടെ. കർത്താവിൻ്റെ വലിയ അത്ഭുതം ഇന്ന് ആ കുടുംബത്തിൻ്റെ മേൽ വെളിപ്പെടട്ടെ. ഇപ്പോൾ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ബ്ലസ് ചെയ്യുന്നപ്പോൾ ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് സൂമിലോ ലൈവിലോ ആയിക്കോട്ടെ, യേശുവിൻ്റെ നാമത്തിൽ ഏറ്റെടുത്തോണം. ദൈവം നിങ്ങളുടെ ഭവനത്തെ തൊടാൻ വേണ്ടി പോകുന്നു. ഒരു അടയാളത്തെ കർത്താവ് വെളിപ്പെടുത്തിയതാണ്. ദൈവത്തിൻ്റെ ഒരു സാക്ഷ്യമായി കർത്താവ് ഭവനത്തെ മാറ്റാൻ വേണ്ടി പോകുന്നു. നന്ദി യേശുവേ. ഞങ്ങൾ അങ്ങയുടെ നാമത്തിൽ ആ കുടുംബത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തിയെ കർത്താവ് അങ്ങ് ചെയ്യുന്നല്ലോ. അങ്ങയുടെ അത്ഭുതകരമായ പ്രവൃത്തികളെ അങ്ങ് ഓരോ വ്യക്തികളുടെ മേൽ ചെയ്യുന്നല്ലോ. അപ്പാ നന്ദി യേശുവേ. അങ്ങയുടെ വലിയ മഹത്വം അങ്ങ് ആ കുടുംബത്തിൻ്റെ മേൽ ചെയ്യുന്നല്ലോ. ഇപ്പോൾ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പാ ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്നവർ ആ രോഗമുള്ള ഭാഗത്തോട്ട് കൈയെടുത്ത് വെച്ച് എന്നിട്ട് പറ, കർത്താവേ അങ്ങയുടെ അടിപ്പിണരുകളാൽ അങ്ങയുടെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കും എന്നുള്ള വചനം ഏറ്റു പറഞ്ഞാട്ടെ. യേശുവെ, ഇന്ന് രോഗമുള്ള ഭാഗത്ത്, വേദനയുള്ള ഭാഗത്ത് കൈയെടുത്ത് വെച്ച് എന്നിട്ട് പറ, യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് എൻ്റെ കാഴ്ച വർദ്ധിക്കും. ഞാൻ കണ്ണാടിയുടെ ഒന്നിൻ്റെയും സഹായമില്ലാതെ കണ്ണ് കാണും, എൻ്റെ ചെവി കേൾക്കും, എൻ്റെ വാ തുറന്ന് ഞാൻ സംസാരിക്കും, ഞാൻ നടക്കും. ഈ കിടക്കയിൽ കിടക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുവെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ഞാൻ കൽപ്പിക്കുന്ന രോഗബന്ധനം ശരീരം വിട്ട് അഴിയട്ടെ. രോഗത്തിൻ്റെ ദുരാത്മാക്കൾ അഴിയട്ടെ. ഓരോ വ്യക്തിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ആ വേദനയുള്ള ഭാഗത്തു നിന്ന് ആ രോഗശക്തികൾ, രോഗത്തിന്റെ ദുരാത്മാക്കൾ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറുന്നു. അത്ഭുത സൗഖ്യം.
നിങ്ങളുടെ മേൽ കൽപ്പിക്കുന്നപ്പ, അത്ഭുത വിടുതലിനെ കൽപ്പിക്കുന്നപ്പ, പൂർണ്ണ ആരോഗ്യത്തെ കൽപ്പിക്കുന്നപ്പ, കുടുംബത്തിന്റെ മേൽ സമാധാനമില്ലാതെ യേശുവിന്റെ നാമത്തിൽ തളർന്നു പോയ ആളുകൾ സമാധാനം ഉണ്ടാകട്ടെ. പിശാചിന്റെ പ്രവർത്തികൾ കുടുംബം വിട്ട് അഴിയട്ടെ. എല്ലാ പാരമ്പര്യ ശക്തികളും ശാപങ്ങളും കുടുംബം വിട്ട് മാറിപ്പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നപ്പ, അത്ഭുതങ്ങൾ നടക്കട്ടെ അപ്പ. ആ സാമ്പത്തിക ഞെരുക്കങ്ങൾ വിശാലമാകട്ടെ. ഇപ്പോൾ തന്നെ പുതു വഴികൾ തുറന്നിട്ട് തലമുറകളുടെ നന്മയുണ്ടാകട്ടെ. മുടങ്ങിക്കിടന്നത് യേശുവിന്റെ നാമത്തിൽ മുടങ്ങിപ്പോയ സകല നന്മകളും മടങ്ങി വരട്ടെ. ആ തടസ്സങ്ങൾ നീങ്ങിപ്പോകട്ടെ. പ്രതിസന്ധികൾ മാറിപ്പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നപ്പ. ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ ശരീരത്തിന്റെ മേലേക്ക് ആരോഗ്യവും സൗഖ്യവും നിറയോ കേട്ടോ. വേദനകൾ അപ്രതീക്ഷമാകുന്നു. മുഴകൾ, രോഗമുഴകൾ ശരീരത്തിൽ നിന്ന് ചുങ്ങി മാറിപ്പോകുന്നു. യേശുവിന്റെ നാമത്തിൽ തലയ്ക്കകത്തുണ്ടാകുന്ന ചില വേദനകൾ ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകുന്നത്, അത്ഭുതകരമായ സൗഖ്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ശരീരത്തിന്റെ മേൽ പൂർണ്ണ വിടുതൽ കൽപ്പിക്കുന്നപ്പ. ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ കർത്താവേ, അങ്ങയുടെ പ്രവൃത്തി ഓരോ വ്യക്തികളുടെ ശരീരത്തിന്റെ മേൽ വ്യാപരിക്കുന്നല്ലോ. സൗഖ്യം നിങ്ങളുടെ അവകാശമാണ്. ഒന്ന് കൽപ്പിക്കുക യേശുവിന്റെ നാമത്തിൽ. ഇപ്പോൾ തന്നെ വേദനകൾ, ബുദ്ധിമുട്ടുകൾ, എല്ലാ ഞെരുക്കങ്ങളും ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറുന്നു. ഈ നിമിഷം തന്നെ അത്ഭുതങ്ങൾ തുറക്കുന്നു, അത്ഭുതങ്ങൾ തുറക്കുന്നപ്പ. അസാധാരണമായ പ്രവൃത്തികളെ തുറക്കുന്നു. സകല ചിന്താഭാരങ്ങളെ ഞങ്ങൾ വെട്ടിമാറ്റുന്നപ്പ. ദൈവത്തിന്റെ സമാധാനത്തെ ഞങ്ങൾ അയക്കുന്നപ്പ. ദൈവത്തിന്റെ വിടുതലുകളെ ഞങ്ങൾ അയക്കുന്നപ്പ. ഓരോ വ്യക്തികളുടെ മേലും യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ ബ്ലസ് ചെയ്യുന്നപ്പ. കർത്താവ്, ഞങ്ങളുടെ മഹത്വം ഇന്ന് ആ കുടുംബത്തിന്റെ മേൽ, ഓരോ വ്യക്തികളുടെ മേൽ വെളിപ്പെടുന്നല്ലോ. അത്ഭുതകരമായ വിടുതലിനെ സംഭവിക്കുന്നല്ലോ അപ്പ. പ്രാർത്ഥിക്കുന്നപ്പ. പ്രശാന്ത് എന്ന് പറയുന്ന ഒരു തലമുറയെ കർത്താവ് തൊട്ടുകൊണ്ടിരിക്കുക. ആ മകന്റെ ഭാവിയെ ദൈവം വലിയൊരു വാതിലിനെ തുറക്കാൻ വേണ്ടി പോവാ. നന്ദി യേശുവേ. ഞങ്ങളിപ്പോൾ തന്നെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ. പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവർത്തികൾക്കായി സ്തുതിക്കുന്നപ്പ. അത്ഭുത സാക്ഷ്യത്തിന് നന്ദി പറയുന്നപ്പ. ഈ നിമിഷം ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പ. അതിരുകൾ വിസ്താരമാകട്ടെ. അത്ഭുതങ്ങൾ നടക്കട്ടെ അപ്പ. ഞാനൊരു ഒരു ഒരു വീടിന്റെ അതിരുമായി ബന്ധപ്പെട്ട ഒരു തർക്കത്തിന്റെ അകത്ത് കിടക്കുന്ന ഒരു സ്ഥലത്തെ കർത്താവ് എന്നെ കാണിക്കുന്നു. ജോർജ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ, വിരോധമായി നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയുടെ ഹൃദയത്തെ അനുകൂലമാക്കുവാണ് ദൈവം. നിങ്ങൾക്ക് വേണ്ടി ആര് യുദ്ധം ചെയ്യുമെന്നല്ലേ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്? ദൈവം നിങ്ങൾക്ക് വേണ്ടി ഇടപെടാൻ വേണ്ടി പോകുന്നു. ജോർജിനെ ദൈവം തൊടും. നിങ്ങൾക്ക് വേണ്ടി അനുകൂലമായ ജോർജ് മാറാൻ വേണ്ടി പോകുന്നു. യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നപ്പ. ഓ, താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി യേശുവേ, നന്ദി കർത്താവേ. 7 വർഷം മുമ്പ് ഒരു സ്ഥലത്തിന് അഡ്വാൻസ് കൊടുത്ത ആ പൈസ പക്ഷെ നഷ്ടപ്പെട്ടു പോയി. ആ സ്ഥലം മേടിക്കാൻ പറ്റിയില്ല, പിന്നീട് അത് തിരിച്ചു കിട്ടാൻ പറ്റിയില്ല. പക്ഷെ കർത്താവ് എൻ്റെ ഉള്ളത്തിൽ പറയുകയാണ്, 7 വർഷം മുമ്പ് നഷ്ടപ്പെട്ടു പോയ പണം, ആ സ്ഥലവുമായി ബന്ധപ്പെട്ട് നഷ്ടപ്പോയ പണം നിങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ട് അതേ തുക മടങ്ങി വരാൻ വേണ്ടി പോവാ. യേശുവിന്റെ നാമത്തിൽ അത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ. യേശുവിന് അധികാരമുള്ള നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നപ്പ. നന്ദി യേശുവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഹാലലൂയ, ഹാലലൂയ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവർത്തികൾക്കായി നന്ദി പറയുന്നപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിന്റെ നാമത്തിൽ 1964 ജനിച്ച, 1964 ഏപ്രിൽ മാസം 2-ാം തീയതി ജനിച്ച ഒരു വ്യക്തിയുടെ മേൽ വലിയ ദൈവപ്രവൃത്തി കർത്താവ് ചെയ്യാൻ വേണ്ടി പോകുന്നു. 1964 ഏപ്രിൽ മാസം 2. ഇത് 3 എല്ലാം കേൾക്കണേ, ഒരു ഡേറ്റ് അല്ല, ഈ മുഴു ഡേറ്റും കൂടെ കേൾക്കുക. ആ ദിവസത്തിൽ ജനിച്ച വ്യക്തിയുടെ മേൽ ദൈവിക സ്പർശനം വെളിപ്പെടുന്നു. എൻ്റെ ഉള്ളത്തിൽ കർത്താവ് പറയും, വീഴത്തില്ല. ഇന്ന് കർത്താവിന്റെ നാമത്തിൽ നേരെ നിന്ന് 3 വിഷയത്തിന്റെ മേൽ സാക്ഷ്യമായി കർത്താവ് നിർത്താൻ വേണ്ടി പോവാ. നന്ദി പിതാവേ. യേശുവിന് അധികാരമുള്ള നാമത്തിൽ കൽപ്പിക്കുന്നപ്പ. ഓരോ വ്യക്തികളെ ഇന്ന് ബ്ലസ് ചെയ്യുന്നപ്പ. അവരെ തളർത്താൻ നോക്കുന്ന എല്ലാ മേഖലകളിലും ഇന്ന് അത്ഭുതമായി തീരട്ടെ. ഞാനൊരു വ്യക്തിയുടെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ ഉള്ളത്തിൽ കർത്താവ് ഒരു വാക്ക് പറയുക. രാജാമണി എന്ന് പറയുന്ന ഒരു തമിഴ് മനുഷ്യനെ ദൈവം തൊടും. നിങ്ങൾക്ക് വിരോധമായി നിൽക്കുന്ന സകല എല്ലാ വിഷയത്തിന്റെ മേൽ ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടി കർത്താവ് വേർതിരിക്കാൻ വേണ്ടി പോവാണ്. ഇപ്പോൾ തന്നെ ഞാൻ യേശുവിന്റെ നാമത്തിൽ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ. സാക്ഷ്യമായി തീരട്ടെ. സകല പ്രതികൂലങ്ങളും ദൈവപ്രവൃത്തിയായിട്ട് മാറട്ടെ. ഓരോ വ്യക്തികളെയും അനുഗ്രഹിക്കുന്നു യേശുവിന് അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. നമുക്ക് പ്രാർത്ഥനയോടെ തന്നെ ദൈവസന്നിധിയിൽ മുന്നോട്ട് പോകാം. ഇത് അത്ഭുതത്തിന്റെ സമയമാണ്. ഈ സമയം സാക്ഷ്യത്തിന്റെ സമയമാണ്. ഞാൻ സകല പ്രാർത്ഥനാ വിഷയങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞു. ദൈവത്തിന്റെ പ്രവൃത്തിയെ കർത്താവ് ചെയ്തു കഴിഞ്ഞു. അതുകൊണ്ട് ഈ സമയത്ത് പ്രാർത്ഥനാ വിഷയം പറയരുത്. പ്രാർത്ഥനാ വിഷയങ്ങൾ നിങ്ങൾ പ്രയർ ലൈനിലേക്ക് വിളിച്ച് അയക്കുക. രണ്ടാമത്തെ കാര്യം, ഈ സമയത്ത് നിങ്ങൾ ആലോചന ചോദിച്ചു വരരുത്.
കാരണം ഒന്നോ രണ്ടോ വ്യക്തിക്ക് വേണ്ടി അത് പറയുമ്പോൾ മറ്റ് ആളുകൾ ചിലപ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടാകും. കാരണം അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കും, ഒരാൾ പറയുമ്പോൾ മറ്റൊരാൾ ചോദിക്കേണ്ടി വരും. അങ്ങനെ ചോദിക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും നടക്കത്തില്ല. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, നിങ്ങളുടെ വിഷയത്തെ കർത്താവ് ഇടപെടും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നിസാര കാര്യങ്ങളല്ല, ദൈവികമായിട്ടുള്ള ദൈവഹിതപ്രകാരമുള്ള ആലോചനകളാണ് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി തുറക്കുന്നത്. അതുകൊണ്ട് ഈ സമയങ്ങളിൽ അതും ഇതും നിങ്ങൾ ചോദിച്ചുകൊണ്ട് ഈ സമയത്ത് വരരുത്. ഈ സമയത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. സാക്ഷിയുള്ളവർ മാത്രം ഈ സമയത്ത് മ്യൂട്ട് മാറ്റി പറഞ്ഞാട്ടെ. ഞാൻ അതിനു മുമ്പായിട്ട് കർത്താവിൻ്റെ വേലയിൽ വിതച്ചവരെ ഒന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഇന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നപ്പാ. കർത്താവ് ഞങ്ങളുടെ നാമത്തിൽ വിതച്ചവരെ ഓരോരുത്തരും ഞാൻ അനുഗ്രഹിക്കുന്നു. അവരുടെ വിതകളെ ഞാൻ ബ്ലസ് ചെയ്യുമ്പോൾ തന്നെ കർത്താവെ, അവരുടെ ജോലിയിൽ നിന്നും അവർ വേർതിരിച്ച് കർത്താവിൻ്റെ നാമത്തിൽ വിതച്ചത് ഒന്നും നഷ്ടപ്പെട്ടു പോകത്തില്ല. കർത്താവിൻ്റെ സാക്ഷ്യമായ അറുതിയിലും നന്മയും കരുണയും ആയുഷ്കാലമൊക്കെ നിങ്ങളെ പിന്തുടരും എന്ന വചനത്താൽ ഞാൻ ബ്ലസ് ചെയ്യുന്നു. ഉയർച്ച ഉണ്ടാകട്ടെ, ബിസിനസ്സിലും ജോലിയിലും വർദ്ധിക്കട്ടെ അപ്പ. ഒന്നും നഷ്ടപ്പെട്ടു പോകത്തില്ല, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഈ സമയത്ത് സാക്ഷ്യമുള്ളവരുണ്ടെങ്കിൽ മ്യൂട്ടുകളെ മാറ്റി നിങ്ങൾക്ക് പറയാനുള്ള അവസരമാണ്. ഉള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ, പ്രാർത്ഥനാ വിഷയമല്ല, വേറെ ഒന്നുമല്ല, പ്രാർത്ഥനാ വിഷയമാണ്, ഞാൻ എപ്പോഴും റിപ്പീറ്റ് ചെയ്യത്തില്ല. ഞാൻ നിങ്ങൾ പ്രെയർ ലൈനിലേക്ക് അയക്കുക. മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ സാക്ഷ്യമുള്ളവർ പറഞ്ഞാട്ടെ. ബ്രദറെ, സാക്ഷ്യം പറയാനുണ്ട്. ഇപ്പം പറഞ്ഞ ആലോചന പ്രശാന്ത് എന്ന് പറഞ്ഞ എന്റെ വലിയ 2 എനിക്ക് സൗണ്ട് നെറ്റ്വർക്ക് ക്ലിയർ അല്ല. പ്രശാന്ത് എന്ന് പറഞ്ഞത് മോനാന്ന് മാത്രം കേട്ടു. മരുമോനാന്ന് കേട്ടു. ഒരു മിനിറ്റ് സിസ്റ്റർ, ഓപ്പറേഷൻ ചെയ്യാൻ പോവുകയാണ്. പോകാനായിട്ടിരിക്കുകയാണ്. കർത്താവ് ഏറ്റെടുത്തോളം. ഒരു മിനിറ്റ്, കർത്താവ് ഏറ്റെടുത്തോളം. ദൈവം ഒരു സാക്ഷ്യമായിട്ട് മാറ്റും. ദൈവത്തിന്റെ പ്രവൃത്തിക്കായിട്ട് കർത്താവ് വേർതിരിക്കുക കേട്ടോ. നെറ്റ്വർക്ക് ക്ലിയർ അല്ല. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയാനുള്ളവര്? പറഞ്ഞു. നെറ്റ്വർക്കിന്റെ എന്റെ മാറ്റമാണ് പറഞ്ഞു. ഒരു സെക്കൻഡ് പറഞ്ഞു. ഹലോ ബ്രദറെ, 1994 ജനിച്ചത്. അത് ഞാനാണ്. അത് ഏറ്റെടുക്കും. സിസ്റ്റർ 1900 ആ ഡേറ്റ് ഫുള്ള് കേട്ടായിരുന്നു. എപ്പോ വരുന്നേ? ഒരു മിനിറ്റ് ഇപ്പൊ കേക്കാവോ? ഹലോ ബ്രദറെ, ഞാനാണ് 1964 ജനിച്ചത്. ഞാൻ 3 നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. ആലോചന ഞാൻ ഏറ്റെടുക്കുന്നു. തീർച്ചയായിട്ടും കർത്താവ് അത് സാക്ഷിയാക്കി മാറ്റും കേട്ടോ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. പറഞ്ഞു. ഹലോ ബ്രദറെ, ഞാൻ രാവിലെ ഒന്ന് വീണത് അത് ശക്തമായിട്ടായിരുന്നു വീണത്. വീണ് കഴിഞ്ഞപ്പോ എനിക്ക് അരമണിക്കൂറോളം എനിക്ക് അവിടെ നിന്നിക്കാനോ സംസാരിക്കാനോ ഒന്നും മൊത്തം ദേഹം അങ്ങ് പെരുത്തു. തലയെ അടിച്ചു. കാലൊന്നും മടിഞ്ഞില്ല. പക്ഷെ 2 സ്റ്റെപ്പും കഴിഞ്ഞ് നിലത്തോട്ടാ വീണത്. ഞാൻ വിചാരിച്ചു ഞാൻ രക്ഷപ്പെടുത്തി. പക്ഷെ അവിടെ കിടന്നുകൊണ്ട് തന്നെ ഞാൻ യേശുവിന്റെ ദൈവം പറയാൻ പറ്റുന്നില്ലെങ്കിലും മനസ്സിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ആദ്യം ഞാൻ ചോദിച്ചു, എന്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചതിന് ശേഷമാണ് ഞാൻ പിന്നെ യേശുവിന്റെ തിരുമുറിവിന് സൗഖ്യം ഉണ്ടായിരുന്നു എന്നിട്ട് എനിക്ക് അവിടെ നിന്നിക്കാൻ വയ്യായിരുന്നു. ഒരു വിധത്തില് നിരങ്ങി അണ്ടേ കയറിയിട്ട് ആരുമില്ല, ഞാൻ തന്നെ ഉള്ളൂ. അരമണിക്കൂർ അവിടെ കിടന്നിട്ട് എനിക്ക് ഒട്ടും പറ്റുന്നില്ല. പിന്നെ ഒരു വിധത്തിൽ എണീറ്റ് നടന്നില്ല, നിരങ്ങി തന്നെ അകത്ത് കയറി വന്നിട്ട് ഫോൺ എടുത്ത് ഞാൻ അപ്പുറത്തെ ജൂലി സിസ്റ്റർ വിളിച്ചിട്ട് 2 പ്രാവശ്യം വിളിച്ചപ്പോ ഉറങ്ങുമായിരുന്നു, എടുത്തില്ല. പിന്നെ ഞാൻ ഇവിടുന്ന് തന്നെ താക്കോൽ അങ്ങോട്ട് എറിഞ്ഞു കൊടുത്തിട്ട് പുള്ളിക്കാരി വന്ന് തുറന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് കൈയും തലയും എല്ലാം തിരുമ്മി കാലും എല്ലാം തിരുമ്മി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് അജിത സിസ്റ്ററിനെ വിളിച്ചപ്പോ എനിക്ക് വായിക്കാത്ത ബ്ലഡിന്റെ ഒരു ഇതുപോലെ വരുന്നുണ്ട്, സ്മെല്ലും ഉണ്ട്, ചൊവയും വരുന്നുണ്ട്. എനിക്ക് ഒട്ടും പറ്റുന്നില്ല എന്ന് കണ്ടപ്പോ അജിത സിസ്റ്ററിനെ വിളിച്ച് പ്രാർത്ഥിച്ച് അജിത സിസ്റ്റർ എനിക്ക് വെള്ളം പ്രാർത്ഥിച്ചു തന്നു. അത് കഴിഞ്ഞ് ആശുപത്രിയിൽ കൊണ്ടുപോയി എക്സ്റേ എടുത്തപ്പം ശകലം പൊട്ടൽ പോലെ അവർക്കൊരു ഡൗട്ട്, പ്ലാസ്റ്റർ ഇട്ടേക്കുക.
പക്ഷെ 10 ദിവസം കഴിഞ്ഞിട്ട് നോക്കാമെന്ന് പറഞ്ഞു. ഇപ്പം എണീറ്റ് നടക്കുമ്പോ എനിക്കൊരു ചെറിയ തലകറക്കം, ഒരു ഛർദ്ദിക്കാൻ ഇങ്ങനെ വരുന്നത് പോലെ തോന്നുന്നുണ്ട്. പക്ഷെ ദൈവം എന്നെ കരങ്ങളിൽ ഞാൻ ഇന്ന് ജീവനോടെ കാണത്തില്ല. ആ സ്ഥാനത്ത് കർത്താവ് എന്നെ കരങ്ങളിൽ താങ്ങി എഴുന്നേൽപ്പിച്ചു. അത് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞും സജിത സിസ്റ്റർ വിളിച്ചു പ്രാർത്ഥിച്ചു. ജൂലി സിസ്റ്ററും വന്ന് പ്രാർത്ഥിച്ചു. ഞാൻ കാരണം ജൂലി സിസ്റ്റർ ഇന്ന് ഡ്യൂട്ടിക്കും പോയില്ല. അത്രമേലൊരു വലിയൊരു ആപത്തിൽ നിന്ന് കർത്താവ് സംരക്ഷിച്ചു. ദൈവത്തിനായിരുന്നു നന്ദി. നന്ദി കർത്താവ്. എന്ന് പ്രിയസ് പറഞ്ഞ പോലെ തന്നെ വലിയൊരു ദുഃഖവാർത്ത വരേണ്ട സ്ഥാനത്ത് കർത്താവ് എന്ന് അതിൻ്റെ അകത്തുനിന്ന് ഒരു സാക്ഷ്യമായിട്ട് ദൈവം മാറ്റി. ദൈവം കൊടുത്ത വിടുതലിന് നന്ദി. അനർത്ഥം വ്യസന കാരണമാകാതെ ദൈവം സൂക്ഷിച്ചല്ലോ. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പറഞ്ഞു ഇന്നലെ ഒരു പറഞ്ഞായിരുന്നു സ്റ്റെഫിക്കും പിന്നെ സോജി. സ്റ്റെഫി എന്റെ മോളാണ്, സോജി എന്റെ കൊച്ചാപ്പന്റെ മോളാണ്. അതിന് ഞാൻ ഏറ്റെടുക്കുന്നു ബ്രദറെ. ആമേൻ. തീർച്ചയായിട്ടും കർത്താവ് അവരുടെ പ്രവൃത്തി തുടങ്ങാൻ വേണ്ടി പോകട്ടോ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. ബ്രദറെ, എനിക്കൊരു സാക്ഷ്യം പറയാനുണ്ട്. പറഞ്ഞു. ലാസ്റ്റ് സിസ്റ്റർ കട്ടായി പോയല്ലോ. ഹലോ, എനിക്കൊരു പറഞ്ഞു. ബ്രദറെ, ലാസ്റ്റ് പറഞ്ഞില്ലേ ഒരു ആലോചന. ആ. അത് എന്റെ ഒരു സഹോദരനാണ്, രാജാമണി എന്ന് പറഞ്ഞ തമിഴ്നാട്ടിൽ നിന്ന് ഇവിടെ കേരളത്തിൽ താമസിക്കുന്നതേ. സിസ്റ്ററുടെ സഹോദരനാണോ? ആ, സഹോദരനാ. ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണം. കർത്താവ് ആ വ്യക്തിയെ തൊടും കേട്ടോ. ദൈവം അനുകൂലമായി തന്നെ പ്രവർത്തിക്കാൻ വേണ്ടി പോവാണ്. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? സാക്ഷിയുണ്ട് ബ്രദറെ. എന്റെ ഫ്രണ്ടിന്റെ ഒരു മിനിറ്റ്, ആരെ ഒരുമിച്ച് വർത്തമാനം പറഞ്ഞേ? പറഞ്ഞു. ബ്രദറെ, ഞാനൊരു സാക്ഷ്യം പറയുന്നുണ്ട്. നമ്മളെ വീട്ടില് നമ്മളെ കുടുംബക്കാരെ മാത്രമല്ല, നമ്മൾ പ്രാർത്ഥിക്കുന്ന ദേശത്തുള്ളവരെയും കൂടി കർത്താവ് അനുഗ്രഹിക്കുന്ന ഒരു ഉദാഹരണമാണ്. കഴിഞ്ഞ ദിവസം ഭയങ്കരമായ കാറ്റും മഴയും. എന്റെ വീടിന്റെ അടുത്തുള്ളവര് പിന്നെ സ്ത്രീ അവര് രാവിലെ ജോലിക്ക് പോയി. അപ്പൊ വഴിയില് ഇലക്ട്രിക് പോസ്റ്റ് പൊട്ടി വീണ് അത് കറണ്ട് ഓഫായി പോയത് കൊണ്ട് അവരെ ശരീരം കത്തിയില്ല. അത് ചുറ്റിലും ഭയങ്കരപ്പെട്ട കാറ്റ്, പെട്രോൾ എടുത്തു. അപ്പൊ മരങ്ങളെല്ലാം ഇങ്ങനെ ചെരിഞ്ഞ് വീഴുന്നു, പൊട്ടി വീഴുന്നു. ഇവർക്ക് ആ മരങ്ങളുള്ള വീണതിന്റെ ഉള്ളിൽ നിന്ന് ഈ പോസ്റ്റ് വീണിട്ടും അതിന്റെ ഉള്ളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുന്നില്ല. ആരും കാണുന്നില്ല, നല്ല മഴയും പെയ്യുന്ന. അപ്പൊ ഇവര് അവർ കുറച്ച് ഇത് കഴിച്ചുള്ള കൂട്ടത്തിലാണ്. അവരെന്നിട്ട് ഫോൺ എടുത്ത് ബാഗിൽ നിന്ന് നിലവിളി കൊടുത്തിട്ടൊന്നും കേൾക്കുന്നില്ല. ബാഗിൽ നിന്ന് ഫോൺ എടുത്ത് ഹസ്ബൻഡിനെ വിളിച്ച്, ഞാനിങ്ങനെ ഇവിടെ പെട്ടിട്ടാ ഉള്ളത്, അതുകൊണ്ട് പെട്ടെന്ന് വരണം. അപ്പൊ കറണ്ട് എന്തെങ്കിലും വന്നിട്ട് അവരപ്പോ അവരോട് കത്തും. അപ്പൊ ഞാൻ എന്റെ ദേശത്തിനും കൂടി പ്രാർത്ഥിക്കുന്നുണ്ട്. വീട്ടിലും കുടുംബത്തിനും മാത്രമല്ല, എന്റെ ഈ ദേശത്തിൽ എല്ലാവർക്കും ഒരു അത്യാഹിതവും അങ്ങനെ അപകടം അങ്ങനെയൊന്നും വരാൻ പാടില്ല എന്ന് എന്റെ പ്രാർത്ഥനയിൽ വെക്കുന്നത്. അപ്പൊ ഈ വിവരം അറിഞ്ഞാൽ അവര് പത്രത്തിലൊന്നും വന്നില്ല, അവരെ അവരിത് തലനാരൊക്കെ രക്ഷപ്പെട്ടെന്ന് പറഞ്ഞിട്ട്. അപ്പൊ അവർ ഈ സംഭവിനെ പറ്റി പറഞ്ഞപ്പോൾ എന്റെ മനസ്സിൽ തോന്നി, എന്റെ പ്രാർത്ഥന ഈ ഏരിയയിലൊന്നും ക്രിസ്ത്യൻസോ അങ്ങനെയൊന്നുമില്ല, ഹിന്ദുക്കളോ മാത്രമുള്ളതാണ്. പിന്നെ ഞാൻ ഹിന്ദുവാണ്, പക്ഷെ കർത്താവിനെ അറിഞ്ഞതാണ്. അപ്പോ ഞാൻ വിശ്വസിച്ചു, എന്റെ കർത്താവ് എന്റെ പ്രാർത്ഥന ഈ എന്റെ വീട്ടിലും എന്റെ കുടുംബത്തിലും എന്റെ ദേശത്തായാലും എന്റെ ദേശത്തുള്ളവരെയും കൂടി രക്ഷിക്കുന്നുള്ളതിന് ഒരു പ്രത്യക്ഷ ഉദാഹരണമായി എനിക്കത് മനസ്സിലായി. കർത്താവിനെ സ്തോത്രം ചെയ്തു. നന്ദി കർത്താവ്. പ്രിയസ് പറഞ്ഞോളൂ, നമ്മുടെ പ്രാർത്ഥന നമ്മുടെ ദേശത്തിന് അനുഗ്രഹമാണെന്ന് കേട്ടതുപോലെ രാജകീയ പൗരോഹിത്യ വർഗമാണ്. നമ്മളെ നിമിത്തം ദേശത്തെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. നീ നിമിത്തം യഹോവ എന്നെ അനുഗ്രഹിച്ചു എന്ന് പറഞ്ഞതുപോലെ ദൈവം നമ്മുടെ ദേശത്തിൽ അനുഗ്രഹിക്കും കേട്ടോ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഫ്രണ്ടിനോട് ഞാൻ സുവിശേഷം പറഞ്ഞിരുന്നു ബ്രദറെ. ഇപ്പോൾ പറഞ്ഞത്. പക്ഷെ ഞാൻ 2022 സ്നാനപ്പെട്ട് കഴിഞ്ഞ 24 തുടങ്ങിയാണ് ബ്രദറിന്റെ പ്രാർത്ഥനയിൽ ഞാൻ കയറിയത്. എനിക്കിതിൽ കയറിയതിനു ശേഷം ഒരുപാട് അനുഗ്രഹമുണ്ട്. പക്ഷെ എന്റെ മോന് വിശ്വാസമില്ല ബ്രദറെ. അപ്പൊ ഞാൻ പ്രാർത്ഥിക്കുന്നതാണ്. പക്ഷെ ബ്രദർ ഇപ്പോൾ വെളിപ്പെടുത്തിയത് എന്റെ മോനെ തന്നെയാണ്. ഞാൻ ആമേൻ. തീർച്ചയായിട്ടും കർത്താവ് സാക്ഷിയായിട്ട്
ഗോഡ് ബ്ലസ് യു. ഞാൻ ഒരു ബ്രദറെ നിമിഷം എനിക്ക് സാക്ഷിയുണ്ട്. എന്റെ പറഞ്ഞു. ഇപ്പൊ കേക്കാവോ? പറഞ്ഞോ. ഫ്രണ്ടിനോട് സുവിശേഷം അപ്പൊ അവളുടെ മകളെ ഞാൻ പ്രയറിലേക്ക് വിളിച്ചു. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകളാണ് അവള്. എന്റെ കൂടെ കേൾക്കുന്നുണ്ടോ ബ്രദറെ? ഞാൻ കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട്. പ്രയറിലോട്ട് വിളിച്ചു. അപ്പൊ ആ കുട്ടി ഒരു മടിയും കൂടാതെ എന്റെ കൂടെ പ്രയറിലേക്ക് ഇത്തിരി ദൂരം, ഞാൻ തൃശ്ശൂരാണ് ഇരിങ്ങാലക്കുടയിൽ നിന്ന് പോകുന്നത്. ആ മോളെ എന്റെ കൂടെ പ്രയറിലേക്ക് വന്നു. അന്നേ ദിവസം അവൾക്ക് ഭയങ്കര ആസ്മയുടെ അസ്വസ്ഥത ഉണ്ടായിരുന്നു. അവിടെ വെച്ചിട്ട് പ്രയറിൽ ഇരിക്കുമ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടോട് കൂടിയാണ് അവള് അന്ന് പ്രയർ കൂടി തിരിച്ചു പോകുന്നത്. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ ഒരു ദിവസം എന്റെ കൂടെ പോരുന്നോ പ്രയറിന് ചോദിച്ചപ്പോ ആ മോള് വീണ്ടും പോകുന്നു എന്റെ കൂടെ. അന്ന് അവള് ഇപ്പോ ആ പ്രയർ കഴിഞ്ഞ് വന്നു. ഇപ്പൊ ഈ കഴിഞ്ഞ ആഴ്ചയില് ആ മോൾക്ക് 2 അത്ഭുതങ്ങളാണ് ദൈവം കൊടുത്തത്. ആ ആസ്മ ഇപ്പൊ അവൾക്ക് ഇല്ല. അതുകൂടാതെ ഈ 2ാമത് പ്രയറിന് വന്നു കഴിഞ്ഞതിന് ശേഷം ആ കുട്ടിക്ക് യൂറിൻ പോണെന്ന് തോന്നി കഴിഞ്ഞാൽ അപ്പൊ തന്നെ പോയില്ലെങ്കിൽ അത് തന്നെ പോവും. അപ്പൊ എപ്പോഴും ഒരു തുണി സേഫ്റ്റിക്ക് വേണ്ടി അവള് ഇങ്ങനെ അണ്ടറിൽ വെച്ചിട്ടാണ് നടക്കുന്നത് ആ കുട്ടി. അപ്പൊ ഇപ്പൊ ഈ 2 ദിവസമായിട്ട് അവളുടെ അമ്മ പറയാണ് എന്റെ അടുത്ത്, അവൾ അതൊന്നും ഉപയോഗിക്കണില്ല. അവള് പറയുന്നു അതൊക്കെ ഇപ്പൊ എനിക്ക് ആ അസുഖേ ഇല്ല അമ്മേന്ന് പറഞ്ഞു. അപ്പൊ ആ കുട്ടിക്ക് ദൈവം കൊടുത്ത അത്ഭുതം ഞാൻ സാക്ഷിയായിട്ട് പറയാണ് ബ്രദറെ. ആമേൻ. തീർച്ചയായിട്ടും രജിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ ആ കുഞ്ഞിനെ പ്രാർത്ഥനയിൽ ക്ഷണിച്ചു കർത്താവിന്റെ സന്നിധിയിൽ വിശ്വാസത്തോടെ ബലപ്പെടുത്തി നമുക്ക് പറഞ്ഞ പോലെ തന്നെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു, രോഗത്തിന്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ആ 2 ആസ്മയുടെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതൊക്കെ നമുക്കറിയാം. ജീവിതകാലം മുഴുവൻ നിലനിൽക്കുന്ന രോഗങ്ങളാണ്. 2 യൂറിൻ പോകുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പെൺകുട്ടിയാണ്. പക്ഷെ അത് 2ഉം കർത്താവ് സൗഖ്യമാക്കിയിരിക്കുന്നു. ദൈവം അത്ഭുത മന്ത്രിയാണ്. കർത്താവ് കൊടുത്ത വിടുതൽ. ഇനി അനേകരെ കർത്താവിന്റെ നാമത്തിൽ രോഗികളെ സൗഖ്യമാക്കുക, അനേക രോഗികളോട് കർത്താവിന്റെ സുവിശേഷം പറയുക, അവരുടെ സകല വിഷയത്തിൽ നിന്ന് അവരെ കർത്താവിന്റെ നാമത്തിൽ രാജകീയ പൗരോഹിത്യ വർഗത്താൽ അവരെ രക്ഷിക്കുക. കേട്ടോ. ഗോഡ് ബ്ലസ് യു. ബ്രദറെ, എനിക്കൊരു വിഷയം പറയാനുള്ളത്. ഞാൻ ഇവിടെ കയറിയിട്ട് 1 മാസം ആയതേ ഉള്ളൂ. വചനത്തിൽ എനിക്ക് അങ്ങനെ പറയാനായിട്ട് ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. മറ്റേത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സാത്താൻ വന്ന് അതിന് തെറ്റിക്കുകയും ചെയ്തു, ഇങ്ങനൊന്നും സംഭവിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാനിപ്പോൾ എത്രയോ ഉറയ്ക്കാൻ നോക്കും, എന്നാലും വരും. അങ്ങനെ വന്നിട്ട് ഇങ്ങനെ നമ്മളെ ആ ഹൃദയത്തിൽ ഇങ്ങനെ അത് മാറ്റിക്കളയാനായിട്ടൊക്കെ നോക്കുമ്പോൾ ഞങ്ങളുടെ ഒരു വസ്തു വിൽക്കാനുണ്ടായിരുന്നു, വീടും സ്ഥലവും കൂടെ. അത് ബ്രദറെ 3 പ്രാവശ്യം ലാസ്റ്റ് സ്റ്റേജിലോട്ട് വന്നത്. അതപ്പോ ഓരോ പ്രാവശ്യവും ഇങ്ങനെ വിചാരിക്കും ഇത് കഴിഞ്ഞു വന്നു എന്ന്. പക്ഷെ 3 പ്രാവശ്യം, ഒരു പ്രാവശ്യം ഞങ്ങൾക്ക് അഡ്വാൻസ് വരെ തന്നു. പക്ഷെ എന്നിട്ടും അത് മാറിപ്പോയി 3 പ്രാവശ്യം. ഞാനപ്പോ ഇന്ന് അവിടെ നിന്നുകൊണ്ട് പറഞ്ഞു, കർത്താവേ, എനിക്ക് ഈ വീട് വിൽക്കുന്നത്, എനിക്ക് ഈ പ്ലാറ്റ്ഫോമില്, ബ്രദറിന്റെ പ്ലാറ്റ്ഫോമിൽ നിന്ന് എനിക്ക് ടെസ്റ്റിമണി പറയണം. എന്റെ കർത്താവ്, ഞാൻ ഈ വചനം പറഞ്ഞതൊന്നും വെറുതെ അല്ല, ദൈവം അവിടെ ഒരു വിത്ത് പോലെ അത് മുളപ്പിച്ചെന്നും പറഞ്ഞു. ബ്രദറെ, എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം, എനിക്കൊരു ടെസ്റ്റിമണി പറയാനായിട്ട് ദൈവം സഹായിക്കണം. സാക്ഷ്യമാക്കി ദൈവമാറ്റം അങ്ങനെ തീരുമാനിച്ചു. കേട്ടോ. ഞാൻ ദൈവസന്നിധിയിൽ ആ വിഷയത്തിന്റെ മേൽ അത്ഭുത സാക്ഷ്യമാകുന്നത് പ്രഖ്യാപിച്ചുകൊണ്ടിരുന്നാൽ മാത്രം മതി. ദൈവം അത് സാക്ഷ്യമാക്കും. ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. സാക്ഷ്യമുള്ള ആരെങ്കിലും ഉണ്ടോ? ഈ സമയത്ത് സാക്ഷ്യം പറയുവാനുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാനുള്ള സമയമാണ്. ഉള്ളവരാരെങ്കിലും ഉണ്ട് പറഞ്ഞാട്ടെ. ബ്രദറെ, ഇന്നലെ പറഞ്ഞ ഒരു ആലോചന പറയാനാ. പറഞ്ഞു സിസ്റ്റർ, പറഞ്ഞു. കട്ടായി പോകുന്നു തോന്നുന്നു. ഹലോ. പറഞ്ഞു. ഇന്നലെ ഒരാലോചന പറഞ്ഞായിരുന്നല്ലോ. ഒരു വീടിന്റെ പുറകില് കുറെ ഏഷ്യൻ പെയിന്റ്സിന്റെ ഡബ്ബകൾ കിടക്കുന്നെന്നും ആ വീട്ടിലെ സ്ത്രീ പുറത്തോട്ടിറങ്ങിയപ്പോൾ പാമ്പിനെ കണ്ട് ഭയപ്പെട്ടു എന്നൊക്കെ. ഹലോ. പറഞ്ഞായിരുന്നു സിസ്റ്റർ. അത് ഞാനാണ്.
ഷേർലി തോമസ്. ആമേൻ. സിസ്റ്ററുടെ ജീവിതത്തിലാണോ ഇത് സംഭവിച്ചത്? എന്തോ? സിസ്റ്ററുടെ ജീവിതത്തിലാണോ അത് സംഭവിച്ചത്? ഈ സംഭവം ആന്ന്. ഞാൻ പിന്നെ പാമ്പിനെ കണ്ട് ഹസ്ബൻഡിനെ വിളിക്കുകയൊക്കെ ചെയ്ത് പിന്നെ വന്നപ്പോ അത് എങ്ങോട്ട് പോയെന്ന് കണ്ടില്ല. ഈ പാമ്പിനെ കണ്ടിട്ട് ഒരു വർഷമായി. പെയിന്റ് ഡബകൾ ഇപ്പോഴാ ഇട്ടത്, ഒരു 2 ആഴ്ചയായിട്ടുള്ളത്. വീടിന്റെ കാര്യം പറയാനാണെന്നാ പാസ്റ്റർ പറഞ്ഞത്, ഏത് വീടാണെന്ന് കാണിക്കാൻ വേണ്ടി. അതാണ് കർത്താവ് എത്രത്തോളം നമ്മളെ കാണുന്നുള്ളതിന്റെ തെളിവാണ് സിസ്റ്റർ പറഞ്ഞത്. ആ പെയിന്റിന്റെ പാട്ട്, പ്രത്യേകിച്ച് ഏഷ്യൻ പെയിന്റ്. അപ്പൊ ഞാനത് നിങ്ങളുടെ വീട് അത് നോക്കാൻ വേണ്ടിയായിരുന്നു ഞാൻ ഇന്നുവരെ വെയിറ്റ് ചെയ്തത്. വെളിയിൽ പോയി ഏഷ്യൻ പെയിന്റ്സ് ആണ്. ഞാൻ സിസ്റ്ററുടെ വീട്ടിൽ വല്ലതും വന്നിട്ടുണ്ടോ സിസ്റ്ററെ? ഇല്ല. പാസ്റ്റർ നേരത്തെയും ആലോചന കട്ടായി പോയി സിസ്റ്റർ. സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ എത്ര പേര് ഇന്നലെ ആലോചന അത് കേട്ടായിരുന്നു? കേൾപ്പിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തെ കർത്താവ് ഇത് കാണുന്നു, നിങ്ങളെ ഓരോരുത്തരെയും ദൈവം കാണുന്നുള്ള തെളിവാണ് സിസ്റ്റർ പറഞ്ഞത്. ഇന്നലെ പറഞ്ഞായിരുന്നു, ഞാൻ ഇപ്പോൾ ആ വീടിന്റെ അകത്ത് കാണുന്ന ഒരു അടയാളം, വീടിന്റെ വലത്തുഭാഗത്തായിട്ട് ഒരു പെയിന്റ് പാട്ട്. അപ്പൊ ഞാൻ എന്താണോ നിങ്ങളുടെ വീട്ടിൽ കാണുന്നത് അതാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ ആ പെയിന്റ് പാട്ടിൽ എഴുതി. അപ്പൊ ഞാൻ കർത്താവ് ഒരു അടയാളം വേണം. കാര്യം പെയിന്റ് പാട്ട് എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും വീട്ടിൽ പെയിന്റ് പാട്ട് കാണും. പക്ഷെ ഏഷ്യൻ പെയിന്റിന് എഴുതിയ പാട്ട് തന്നെ അവിടെ ഇരിപ്പുണ്ട്. അത് മാത്രമല്ല, കർത്താവ് ഒരു അടയാളം കാണിച്ചു. അവിടെ ഉള്ളൊരു വ്യക്തി ഒരു പാമ്പിനെ കണ്ട് പേടിച്ച് നിന്നൊരു വ്യക്തിയാണ്. അത് ആ ഭാഗത്ത് വെച്ച് തന്നെ. പക്ഷെ കർത്താവ് എത്രത്തോളം, അപ്പം ഈ കാര്യവും നമുക്കറിയാം. ഈ കാര്യമൊന്നും ആരും ഒരു സ്ഥലത്തും ബ്രദറെ ഞാൻ പാമ്പിനെ കണ്ട് എൻ്റെ വീട്ടിൽ ഏഷ്യൻ പെയിന്റിന്റെ പാട്ട് ഇരിപ്പുണ്ടെന്ന് പറഞ്ഞ് ആരും എന്ത് ചെയ്യത്തില്ല, പറയത്തില്ല. ഇതൊരു അടയാളമാണ്. അപ്പൊ നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കിക്കോണം. ഈ കൂട്ടായ്മയെ കയറുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തെ, നിങ്ങളുടെ അവസ്ഥകളെ, നിങ്ങളുടെ ഓരോന്നിനും, ഇപ്പം ഇതെല്ലാം കാണണമെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ എന്നെ അറിയിക്കുന്ന ഒരാൾ വേണം, നിങ്ങളും ഞാനുമായിട്ട് ബന്ധമുള്ള ഒരാൾ വേണം, അല്ലെങ്കിൽ ഒരു CC ക്യാമറ ഞാൻ കൊണ്ട് എല്ലാ വീട്ടിലും വെക്കണം. പക്ഷെ ഇതൊന്നും അല്ലാതെ ദൈവാത്മാവ് നിങ്ങളുടെ വിഷയത്തെ കാണുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ വിശ്വാസത്തെ ഉറപ്പിക്കാൻ വേണ്ടിയാണ്. ഈ ദിവസങ്ങളിൽ കരയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കണ്ണുനീരൊക്കെ തുടച്ചു മാറ്റുക. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ബലപ്പെടുക. നിങ്ങൾ കേൾക്കുന്നതും അറിയുന്നതും കർത്താവിന്റെ ദൈവരാജ്യത്തിന്റെ ശക്തിയാണ്. സിസ്റ്റർ ഏറ്റെടുത്തോണം. ഒരാളോട് മാത്രമല്ല ഞാൻ പറഞ്ഞു, നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കാൻ വേണ്ടി ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇനി ചോദിക്കുന്നത്. ധൈര്യത്തോടെ ഇരുന്നോണം. ദൈവം ആലോചനയിൽ വിശ്വസ്തനാണ്. ആമേൻ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഇന്ന് എനിക്കൊരു പ്രാർത്ഥന വിഷയം പറയാനുണ്ട്. പ്രാർത്ഥന വിഷയം സിസ്റ്ററെ, പ്രാർത്ഥനാ വിഷയം നോക്കി ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥനാ വിഷയമോ ഒരാൾക്ക് വേണ്ടി ആലോചന പറയാൻ നിന്നാൽ കുഴപ്പമെന്ന് വെച്ചാൽ മറ്റെല്ലാവരെയും നമ്മൾ ദുഃഖിക്കുന്ന പോലെയാണ്. കാരണം നിങ്ങൾക്ക് ഈ പ്രയർ ലൈൻ 4 പ്രയർ ലൈൻ നമ്പർ ഇതിലേക്ക് പോകുന്നുണ്ട്. ഇതിലേക്ക് പ്രയർ റിക്വസ്റ്റുകൾ അയച്ചുകൊണ്ടിരിക്കുക. അവർ പ്രാർത്ഥിക്കും, നിങ്ങൾക്ക് വേണ്ടി നിങ്ങളെ ബലപ്പെടുത്തും. പിന്നെ നിങ്ങൾ എപ്പോഴും ഞാൻ പറഞ്ഞ പോലെ അവരും മനുഷ്യരാണ്, പല ജോലിയിലും ഒക്കെ ഉള്ളവരാണ്. അപ്പോൾ നിങ്ങൾ അവരെ എന്ത് ചെയ്യണം, ഫോഴ്സ് ചെയ്യരുത്. പലരും വിളിച്ച് ഒരു ദേഷ്യപ്പെടൽ ചെയ്യരുത്. ദൈവസന്നിധിയിലാണ്. നിങ്ങൾ ദേഷ്യപ്പെടേണ്ട ഒരു കാര്യവുമില്ല. കൃപയാലും സ്നേഹത്താലുമാണ് എല്ലാ കാര്യങ്ങളും ഡീൽ ചെയ്യാൻ വേണ്ടിയുള്ളത്. അപ്പൊ സഹോദരങ്ങളെ, നിങ്ങൾ പ്രയർ റിക്വസ്റ്റ് ഉള്ളവർ ഈ സമയത്ത് പറയരുത്. നമ്മൾ ഓരോരുത്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് സമയം തികയത്തില്ലാത്തത് കൊണ്ടാണ്. ഇപ്പൊ ചുരുങ്ങിയ സമയം നമുക്കുള്ളൂ. അതുകൊണ്ട് ഇത്ര ആൾക്കാർ സാക്ഷ്യം പറയാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. പ്രയർ റിക്വസ്റ്റുകൾക്ക് എല്ലാവരും നിങ്ങൾ എന്ത് ചെയ്യുക, താഴെ ഈ പോകുന്ന ഏത് നമ്പറിലോട്ട് നിങ്ങൾക്ക് അയക്കാം. സഹോദരങ്ങളെ, ഞാൻ ഉൾപ്പെടെ അതിനകത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയാൻ? പറഞ്ഞു. ആലോചന പറഞ്ഞായിരുന്നു. റോട്ടിൽ നിന്ന് ഒരു ഇറങ്ങി വീട്ടിലേക്ക് വരുമ്പോ റൈറ്റ് സൈഡിൽ നിന്നുള്ള വീട്ടിലെന്നാണെന്ന് പറഞ്ഞാൽ അപ്പൊ ഒരു ഇടത് കൈ റൈറ്റ് സൈഡിലെ കൈക്ക് വയ്യാഴിയുള്ള. അപ്പൊ എന്റെ കൈ കഴിഞ്ഞ വർഷം ഞാൻ വീണായിരുന്നു. ഈ ഇടത്തെ കൈക്ക് ക്ലാസ്സിട്ടായിരുന്നു. പിന്നെ റോഡിൽ നിന്ന് ഒരു ഇറങ്ങി താഴേക്ക് വന്നിട്ട് റൈറ്റ് സൈഡിൽ ഇരിക്കുന്ന വീടാണ് എന്റെ. എന്റെ കൈ ഇങ്ങനെ വീണ് കഴിഞ്ഞ വർഷം വീണ് ക്ലാസ് ഇട്ടായിരുന്നു. ഇപ്രാവശ്യം എനിക്ക് ദൈവം നിങ്ങളെ പൊതിഞ്ഞ് സൂക്ഷിക്കുകയാണ്. ഇനി ഒരു അനർത്ഥവും ഭവനത്തിൽ കയറത്തില്ല. എത്ര പേര് എന്നാൽ ആലോചന കേട്ടെന്ന് എനിക്ക് അറിയത്തില്ല. പ്രിയസ് പറഞ്ഞ പോലെ തന്നെ ഇന്നലെ കേട്ടായിരുന്നു. ഒരു വഴിയിൽ നിന്ന് ഇറക്കം താഴോട്ട് ഇറങ്ങി വലതുവശത്തിരിക്കുന്ന ഒരു വീടാണ്. അതിൻ്റെ അകത്ത് ഇടതുവശത്തെ കൈ കഴിഞ്ഞ ദിവസം ഒരു അപകടം സംഭവിച്ചായിട്ട് കാണിക്കുന്നു. ആ കൈയുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെയും ചില അപകടങ്ങൾ മറഞ്ഞിരിക്കുന്നതുകൊണ്ട്
കർത്താവ് അതിൽ നിന്ന് വിടിവിക്കും എന്നല്ലേ പറഞ്ഞു. എത്ര പേരത് കേട്ടായിരുന്നു? കേട്ടായിരുന്നു പാസ്റ്ററെ, കേട്ടായിരുന്നു. ഇടത് കൈയിടേന്ന് പറഞ്ഞു പാസ്റ്റർ, ആമേൻ. കേട്ടായിരുന്നു. ഇന്നത്തോണം കർത്താവ് വലിയ അനർത്ഥം വിട്ടൊഴിയട്ടെ. ഇനി മേലാൽ ഒരു അനർത്ഥവും ആ കുടുംബത്തിൽ കയറത്തില്ല. ദുഷ്ടന്റെ ആശ നശിച്ചു പോകും, അവൻ പല്ലുകടി ചുരുങ്ങി പോകുന്ന വചനം പറയുന്നു. സാക്ഷ്യമാക്കിയ ദൈവം മാറ്റും കേട്ടോ. ഗോഡ് ബ്ലസ് യു. യേശുവിന്റെ നാമത്തിൽ തന്നെ. യൂട്യൂബിലും ഫേസ്ബുക്കിലും കാണുന്നവർക്ക് നിങ്ങൾക്ക് അവിടെ ഡിസ്ക്രിപ്ഷനിൽ പ്രയറിന്റെ ലിങ്ക് ഉണ്ട്. സൂമിന്റെ എല്ലാ ദിവസവും ഇന്ത്യൻ സമയം ഞാൻ പറയുന്നതിന്റെ കാര്യം, ചിലർ മെസ്സേജ് അയച്ച് എപ്പോഴാ പ്രയർ എന്ന് ചോദിക്കുന്നവരുണ്ട്. ഞങ്ങൾക്ക് അവിടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. പിന്നെ നിങ്ങൾ മെസ്സേജ് അയക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് പ്രയറിന്റെ ലിങ്ക് വരുന്നുണ്ട്. അത് ഞാൻ റിപ്ലൈ തരുന്നതല്ല, ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പം ചിലർ പിന്നെയും മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് അത് വരുന്ന മെസ്സേജ് ആണത്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കേണ്ട. മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ സാക്ഷിയുള്ളവർ പെട്ടെന്ന് പറഞ്ഞാൽ, സാക്ഷിയുള്ളവർ ഒരേ ആലോചന ഒരേപോലെ പറയണ്ട, ഏറ്റെടുത്താൽ മതി. ബ്രദർ അക്ഷയിന്റെ കാര്യം പറഞ്ഞില്ലേ? ഹലോ ബ്രദർ, കേൾക്കുന്നില്ലേ? ഷോണെന്നാ പറഞ്ഞത്. ഷോണാ പറഞ്ഞത്? അല്ല, അക്ഷയുടെ കാര്യം പറഞ്ഞു. അക്ഷയ്. അക്ഷയുടെ കാര്യം ബ്രദർ കുറച്ച് നേരത്തെ പറഞ്ഞു. അക്ഷയ് എന്ന് പറയുന്ന കുട്ടിയുടെ കാര്യം. അതെന്റെ അനിയത്തിയുടെ മോനാണ് അക്ഷയ്. അവന് ഒരു പെങ്ങളുണ്ട്. അപ്പൊ ആ കുട്ടിയുടെ കല്യാണ കാര്യം ശരിയായിട്ട് ഇരിക്കുന്നു. അപ്പൊ അത് ഞാൻ ഏറ്റെടുക്കണം ബ്രദറെ. രാധാമണിയുടെ കാര്യം പറഞ്ഞു. രാധാമണിയായിട്ട് ബന്ധപ്പെട്ടതെന്ന് പറഞ്ഞത്. രാധാമണി ആരായിരുന്നത്? അത് അവരുടെ ബന്ധത്തിലുള്ളതാണ് രാധാമണി. ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണം. കർത്താവ് അനുഗ്രഹിക്കാൻ. ഇപ്പൊ റീതാ സഹോദരി മെസ്സേജ് അയച്ചപ്പോൾ ഒരു സാക്ഷി ഞാൻ പറയാനുണ്ട്. റീതാ സഹോദരി, ഞാനിപ്പോ ആ സാക്ഷി നമുക്ക് ജസ്റ്റ് ഒന്ന് കേൾപ്പിക്കാൻ ഞാൻ ആ കാര്യം വിട്ടു. ഇപ്പൊ റീതാ സഹോദരി മെസ്സേജ് അയച്ചപ്പോൾ ആ സാക്ഷ്യം കണ്ടത്. ഒരു മിനിറ്റ്, ആ സാക്ഷ്യം ഡൗൺലോഡ് ആയി നോക്കട്ടെ. സിസ്റ്റർ കഴിഞ്ഞ ദിവസം അയച്ചെന്ന സാക്ഷ്യം എനിക്ക് ഇപ്പോൾ കേൾക്കാൻ പറ്റും. നിങ്ങൾക്ക് ഇപ്പോൾ ഓഡിയോ കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാൻ പറ്റുന്നുണ്ടോ? പ്ലേ ചെയ്തത് ഓക്കെ, കേൾക്കാം. അത് ഞാനിപ്പോ ഒരു മെസ്സേജ് അയച്ചപ്പോഴാണ് കണ്ടത്. ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് റീത്താവിനതാണ്. എനിക്ക് 2-3 ദിവസമായിട്ട് ഇടതുകാലിന്റെ മുട്ടിന് ഭയങ്കര വേദനയായിരുന്നു. കുറെ നേരം ഇരുന്നിട്ടും കിടന്നിട്ടും ഒക്കെ എണീക്കുമ്പോൾ എല്ലാ ഭാരപ്പെടുമായിരുന്നു. അപ്പൊ ഇന്ന് ബ്രദറ് പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ ഒന്ന് നടന്നു നോക്കി. അപ്പം എനിക്ക് വേദനയില്ലായിരുന്നു. അപ്പം യേശു എന്ന സൗഖ്യത്തിനെ ഓർത്ത് ദൈവത്തിന് നന്ദി. പ്രാർത്ഥിച്ച ബ്രദറിന് നന്ദി പറയുന്നു. ആമേ. സിസ്റ്റർ കഴിഞ്ഞ ദിവസം അയച്ചു തന്ന സാക്ഷ്യമാണ്. പക്ഷേ ഞാൻ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടിരുന്നതല്ലേ, അത് കേൾപ്പിക്കാൻ പറ്റിയില്ല. ഇപ്പൊ സിസ്റ്റർ മെസ്സേജ് അയപ്പോഴാണ് ഞാനത് ശ്രദ്ധിച്ചത്. കഴിഞ്ഞ ദിവസം അവർക്ക് കിട്ടിയ സൗഖ്യമാണ്. നടക്കാൻ വയ്യാത്ത ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ പ്രാർത്ഥനയിൽ ദൈവം തൊട്ടു. ആ കാലുകളുടെ മേൽ സൗഖ്യത്തെ കർത്താവ് കൊടുത്തു. ഒരു കുഴപ്പമില്ല. പൂർണ്ണ സൗഖ്യം പ്രാപിക്കാൻ ദൈവം സഹായിച്ചു. ഗോഡ് ബ്ലസ് യു. കർത്താവ് ഇനി അനുഗ്രഹിക്കട്ടെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷിയുള്ളവർ? വേഗത്തിൽ പറഞ്ഞാട്ടെ. ബ്രദർ, ഞാൻ സിസിലി എന്ന് പറയുന്ന സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. സഹോദരിയുടെ ഹസ്ബൻഡ് തളർന്നു കിടക്കുന്ന 16 വർഷമായിട്ട് തളർന്നു കിടക്കുന്ന, ഇദ്ദേഹത്തെ എടുത്തു പൊക്കവും മറ്റു സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നതെല്ലാം ഈ പുള്ളിക്കാരത്തി തന്നെയാണ്. അപ്പൊ ആ പുള്ളിക്കാരത്തിയുടെ ലെഫ്റ്റ് കൈയുടെ കൂച്ചിനോടനുബന്ധിച്ച് മസിലും ഞരമ്പും ഒക്കെ കൂടി ഭയങ്കരമായിട്ട് വേദനയും പ്രയാസമാണെന്ന് എന്നോട് പറഞ്ഞിരുന്നു. അപ്പൊ ഞാൻ യേശുവിന്റെ തിരുമുറിവിൽ കൈകൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. പുള്ളിക്കാരത്തിക്ക് വചനം പറഞ്ഞു കൊടുത്ത് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അസഹനീയമായ ചതവോ എന്തോ കിടന്ന് വേദനിക്കുന്നതാ, അത് മാറിക്കിട്ടി. പക്ഷെ ഞാനിപ്പോൾ 3-4 ദിവസം കഴിഞ്ഞ് പിന്നെ വിളിച്ചു ചോദിച്ചു, എങ്ങനെയുണ്ട്, നീ പ്രാർത്ഥിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ ഇടയ്ക്ക് വേദനിക്കുന്ന പോലെ വരുന്നു, പിന്നെ പ്രാർത്ഥിക്കുമ്പോൾ അത് വേദന മാറിപ്പോകുന്നു, അങ്ങനെ പറഞ്ഞു. ദൈവത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. ബ്രദർ പറഞ്ഞു തന്ന വചനങ്ങൾ പറഞ്ഞാണ് ഞാൻ ആ പുള്ളിക്കാരത്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്. കർത്താവ് കൊടുത്ത സൗഖ്യമാണ്. അത് മാത്രമല്ല, ഇടയ്ക്കിടയ്ക്ക് ആ തോന്നൽ വരുന്നുണ്ടെങ്കിൽ വചനം ആവശ്യമുണ്ട്. ആ രോഗം പിന്നെയും കയറാൻ നോക്കുന്നതാണ്. അവിടെ പറയണം, കർത്താവിന്റെ വചനം കേൾക്കുക, വചനത്തിൽ ബലപ്പെടണം, എങ്കിൽ മാത്രമേ ഉള്ളൂ ആ ചിന്ത അവരെന്ന് പറഞ്ഞു മാറത്തുള്ളൂ. ആ രോഗം പിന്നെയും പ്രവേശിക്കാൻ ശ്രമിക്കുന്നതാണ്, ആ വേദനകൾ പ്രവേശിക്കാൻ ശ്രമിക്കുന്നതാണ്. പക്ഷെ കർത്താവ് പൂർണ്ണ വിടുതലിനെ കൊടുക്കും. വചനം കേൾക്കുമ്പോൾ വചനം ഉള്ളത്തിൽ നിറയും. കർത്താവിന്റെ നാമത്തിൽ അത് സാക്ഷ്യമായിട്ട് ദൈവം മാറ്റും കേട്ടോ. ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയാനുള്ളത്? പറഞ്ഞു. ഹലോ ബ്രദറെ. എന്തോ? ഹലോ ബ്രദറെ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, പറഞ്ഞു.
പിന്നെ ഇന്നലെ ദൈവം ഒരു ആലോചന പറഞ്ഞിരുന്നു. അജിത്ത് എന്ന് പറഞ്ഞൊരു വ്യക്തി പിന്നെ പരീക്ഷ എഴുതി നിൽക്കുവാണ് ജോലിക്ക് പരമായിട്ട്. അത് എന്റെ മോനാണ്. ഒരു കൊല്ലാവാനായി എഴുതിയിട്ട്. അത് ഞാൻ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു ബ്രദറെ. ആമേൻ. കർത്താവ് അത് സാക്ഷിയാക്കി മാറ്റും. ഏറ്റെടുത്തോണം. ദൈവത്തിന്റെ വലിയ പ്രവൃത്തിയെ കർത്താവ് ചെയ്യും. വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യും. ഞാൻ തൽക്കാലം നമ്മുടെ പ്രാർത്ഥന ഇന്ന് സ്റ്റോപ്പ് ചെയ്യുവാണ്. ഇന്ന് നമുക്ക് അന്യഭാഷാ പ്രാർത്ഥനയുണ്ട്. ഇന്ത്യൻ സമയം രാത്രി 12:30, UK ടൈം 8 മണിയാണ്. അപ്പം ഞാൻ അത് പറഞ്ഞാലും നിർബന്ധമില്ല. ഞങ്ങൾ UK പ്രയറായിട്ട് വെക്കാൻ വേണ്ടിയാണ് ആഗ്രഹിച്ചത്. പക്ഷേ പല രാജ്യത്തു നിന്നും പല സമയങ്ങളിൽ നിന്നും ഡ്യൂട്ടിക്കിടയ്ക്കും ഒക്കെ ആൾക്കാർ കയറുന്നുണ്ട്. അപ്പം ഈ ഒരു കാര്യം മനസ്സിലായി. ദൈവം UK കൊണ്ട് ഒതുക്കാൻ ആഗ്രഹിക്കുന്നില്ല. പ്രാർത്ഥന അറൗണ്ട് ദ വേൾഡ് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്യാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പം ഉറക്കം വരാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്രാർത്ഥനയ്ക്ക് കയറാൻ നിർബന്ധമില്ല. ഞാൻ പിന്നെയും ബ്രദർ പറഞ്ഞുകൊണ്ട് ആരും വന്ന് കയറരുത്. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ, അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ, സമയം എനിക്കറിയാം ലേറ്റ് ആണ്, നിങ്ങൾക്ക് ഫ്രീ ആണെങ്കിൽ നിങ്ങൾക്ക് കയറാം, അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. UK ഇത് കാണുന്നവരുണ്ടെങ്കിൽ US മറ്റ് മിഡിൽ ഈസ്റ്റിലോ നിങ്ങൾക്ക് സമയങ്ങളുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ലിങ്ക് ഉണ്ട്. അതിലൂടെ നിങ്ങൾക്ക് സൂം പ്രയറിൽ പങ്കുചേരാവുന്നതാണ്. ഇനി അല്ലാതെ യൂട്യൂബിൽ കേൾക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ തന്നെ നമ്മുടെ പ്രയർ ലിങ്ക് തന്നെ ഉണ്ട്. ഇതേ സെയിം ലിങ്ക് തന്നെയാണ്. പക്ഷേ ആ ടൈമിലാണ് അത് ആക്റ്റീവ് ആകത്തുള്ളൂ. അതിൽ സമയമുണ്ട്. ഇന്ത്യൻ സമയം 12:30, UK ടൈം 8 മണി, രാത്രി 8 മണിയാണ് ഇന്നാണ് പ്രാർത്ഥന. അപ്പോൾ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സെയിം ലിങ്ക് തന്നെ ഉപയോഗിക്കാം. പ്രത്യേകിച്ച് അതിന് വേറെ ലിങ്ക് ഒന്നുമില്ല. അതിൽ തന്നെ നിങ്ങൾ പ്രസ് ചെയ്ത് കയറി വന്നാൽ മതി. ഗോഡ് ബ്ലസ് യു. ബാക്കി സാക്ഷ്യം നമുക്ക് തുടർമാനമായിട്ട് കേൾക്കാം. വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യും. ഞാൻ അടുത്ത ദിവസങ്ങളിൽ ഞാനത് പറഞ്ഞിരുന്നു. ലീഡേഴ്സിനോട് ഞാൻ പറഞ്ഞു, നമ്മൾ ലീഡേഴ്സ് മീറ്റിംഗ് ക്രമീകരിക്കുന്നുണ്ട്. അത് പലപ്പോഴും ഞാൻ പറയുന്നതാണ്, മാറി മാറി പോകുന്ന വേറൊന്നും കൊണ്ടല്ല, ഇത് ക്രമീകരിക്കാനുള്ള ഒരു സാവകാശം ഒത്തു വരാത്തതുകൊണ്ടാണ്. ഈ ദിവസങ്ങളിൽ നമുക്കത് ക്രമീകരിക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കുക. അപ്പൊ ലീഡേഴ്സ് ആയിട്ടുള്ളവരൊന്ന് ആക്റ്റീവ് ആകുക. ആക്റ്റീവ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ആക്റ്റീവ് ആണ്. ഒന്ന് ശ്രദ്ധിക്കുക, ആ ഗ്രൂപ്പ് ഒന്ന് ശ്രദ്ധിക്കുക. ഞാൻ അതിൽ മെസ്സേജ് ഇടുന്നതായിരിക്കും. അത് പ്രയർ റിക്വസ്റ്റുകൾ ഇടാൻ വേണ്ടി അല്ല. നമുക്ക് പരസ്പരം നിങ്ങൾക്ക് സുവിശേഷ വേല ചെയ്യുവാൻ ആഗ്രഹമുണ്ട്, എങ്ങനെ താല്പര്യമുള്ളവര് സുവിശേഷ വേല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസേര ഇടുന്നതും കർത്താവിന്റെ വേലയാണ്. അവിടെ ഇരുന്നുകൊണ്ട് മൈക്ക് പിടിക്കുന്നതും കസേര വേലയാണ്. ഇതെല്ലാം പ്രസംഗിക്കുന്ന മാത്രമല്ല സുവിശേഷ വേല. ഇതെല്ലാം ചെയ്യാൻ ഞാൻ റെഡി ആയിട്ടാണ്. ഞാൻ അന്നും ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പൊ എനിക്ക് കർത്താവിന്റെ സുവിശേഷം ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. അതിനുവേണ്ടി ഞാൻ സെപ്പറേറ്റ് നമ്മളൊരു സൂം മീറ്റിംഗ് വെക്കുന്നുണ്ട്, സംസാരിക്കാനും നിങ്ങളോട് ഇടപെടാനും വേണ്ടി. അപ്പൊ അങ്ങനെ ആഗ്രഹമുള്ളവർ നിങ്ങൾ പങ്കുചേരുക. ഞാൻ പറഞ്ഞല്ലോ, സുവിശേഷത്തിന് വേണ്ടി നിൽക്കുമ്പം അതിന്റെ അനുഗ്രഹമുണ്ട്. ആ ആഗ്രഹത്തോടെ നിൽക്കുക. പിന്നെ ഞാൻ തുടക്കത്തിൽ തന്നെ നാളെ ഒന്ന് ജസ്റ്റ് ഓർപ്പിക്കണം, ഒരു കാര്യം പറയാനുണ്ട്. എനിക്ക് ദിവസങ്ങളിൽ കർത്താവിന്റെ ഉള്ളത്തിൽ ദൈവം യൗവനക്കാരെ നമ്മുടെ പ്രാർത്ഥനയിൽ നിന്ന്, നാളെ വുമൻസ് മീറ്റിംഗ് ഉണ്ട്, അതും ഞാൻ ഗ്രൂപ്പിൽ ഇട്ടേക്കാം. അതിന്റെ ലിങ്കും വരുന്നതായിരിക്കും. സെയിം ലിങ്ക് തന്നെയാണ്, ഹെഡിങ് മാത്രമേ വ്യത്യാസമുള്ളൂ. എന്റെ ഉള്ളത്തിൽ കഴിഞ്ഞ ദിവസം ദൈവാത്മ പറഞ്ഞു, യുവാക്കളെയും യുവതികളെയും ദൈവം എണീപ്പിക്കാൻ വേണ്ടി പോവാന്ന് പറഞ്ഞു. നിങ്ങളുടെ തലമുറകൾ കർത്താവിന്റെ സുവിശേഷത്തിനോട് ചേർന്ന് നിൽക്കുവാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ പ്രയർ മീറ്റിങ്ങുകളിൽ നമുക്ക് ഒത്തിരി ആവശ്യങ്ങളുണ്ട്. ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് A to Z കാര്യങ്ങൾ ചെയ്യുവാൻ, അതെല്ലാം ഞാൻ പറഞ്ഞില്ല, മിനിസ്ട്രി ചെയ്യുവാൻ, സുവിശേഷവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കാൻ ആരെയും ഉന്തിത്തള്ളി വിടരുത്. നാളെ മുതൽ ബ്രദർ പറഞ്ഞ് നീ അങ്ങോട്ട് ചെല്ലുന്ന പറഞ്ഞ് നിർബന്ധിച്ച് ആരെയും വിടണ്ട. അങ്ങനെ ആഗ്രഹമുള്ള തലമുറകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അവരോട് പറയുക, അവരെ പ്രാർത്ഥിക്കുക. ജനറേഷനെ ദൈവം എണീപ്പിക്കാൻ വേണ്ടി പോവാന്ന് പറഞ്ഞു. അതിനുവേണ്ടി നിങ്ങൾ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവരെ ദൈവം സുവിശേഷത്തിനായിട്ട് ഉപയോഗിച്ചാൽ ദൈവത്തിന്റെ കാര്യത്തിലേക്ക് കിട്ടിയാൽ, അരിമത്തേക്കാരനെ നമുക്കറിയാം, യേശുക്രിസ്തു ക്രൂശുമായിട്ട് ചുമക്കുന്ന സമയത്ത് അവിടെ റൂഫോസിന്റെ പിതാവ് അവിടെ കയറി വരുന്ന സമയത്ത് ആ മകന്റെ മേൽ കുരിശ് ചുമക്കുവാൻ ഒരു അവസരം കിട്ടി. ബൈബിളിൽ പറയുന്നു, അലക്സാണ്ടർ റൂഫോസിന്റെ ക്രിസ്തുവിൽ അവർ പ്രസിദ്ധരായി തീർന്ന പറഞ്ഞത്. അങ്ങനെയെങ്കിൽ യേശുവിന്റെ നാമത്തിൽ തലമുറകളെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. പിതാക്കന്മാര് പ്രാർത്ഥിച്ച തലമുറയെ ദൈവം അനുഗ്രഹമാക്കി മാറ്റും. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഒരു ജനറേഷനെ ദൈവം എണീപ്പിക്കാൻ വേണ്ടി പോവാണ്. അറൌണ്ട് ദ വേൾഡ് ഞാൻ പറയുന്നത്. ഈ 2025 യാത്രകളുടെ വർഷമാണ്. നമുക്ക് പല രാജ്യങ്ങളിൽ കൂടുന്നവരെ ഒക്കെ ഒരുമിച്ച് കാണാം. കർത്താവിന്റെ നാമത്തിൽ വലിയൊരു മിഷൻ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പൊ കൈ കോർക്കാൻ, നമുക്ക് അനേക ഭവനങ്ങൾ വിടിവിക്കപ്പെടാൻ വേണ്ടി ദൈവം നിങ്ങളെ ഉപയോഗിക്കാൻ വേണ്ടി പോവാണ്. ഞാൻ പറയുന്നത്, ഇത് കേൾവിക്കാരുടെ ആരുമില്ല, നിങ്ങളിലൂടെ തളർന്നു കിടക്കുന്ന രോഗി ചാടി എണീക്കുന്നത് കാണാൻ വേണ്ടി പോവാ. നിങ്ങൾ അസാധാരണമായ ദൈവപ്രവൃത്തി അനുഭവിക്കാൻ വേണ്ടി പോവാ. സ്പിരിച്വൽ, ആത്മീയമായും ഭൗതികമായും നിങ്ങൾ വർദ്ധിക്കാൻ വേണ്ടി പോവാ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അപ്പൊ തലമുറകളോടൊന്ന് പറയണം, നമുക്ക് കർത്താവിന്റെ നാമത്തിൽ നിൽക്കുവാൻ. ജോലി ചെയ്തോട്ടെ, എന്തുവായിക്കോട്ടെ, മീറ്റിങ്ങുകൾ വരുന്ന സമയത്ത് നമുക്ക് ഒത്തിരി കാര്യങ്ങളുണ്ട്. അവരെ അതിനുവേണ്ടി ഹെൽപ്പ്. ഇതിങ്ങനെ തുടക്കം ഇങ്ങനെയാ. ഫിലിപ്പോസ് എന്ന് പറയുന്ന ആള് മേശമേൽ ശുശ്രൂഷിക്കുന്ന ആളായിരുന്നു പറഞ്ഞത്. അപ്പോസ്തലന്മാർ ഏലീയാവിന്റെ കൈക്ക് ചോറുണ്ട് കഴിഞ്ഞാൽ വെള്ളം ഒഴിക്കുന്ന ആളായിരുന്നു പറഞ്ഞത്.
പക്ഷേ ദൈവം ആ വിശ്വസ്തതയെ മാനിച്ചു. ദൈവം അവരെ അനുഗ്രഹിച്ചു. അപ്പോൾ ഒന്നും ചെറുതല്ല. ഏലിയാവിന്റെ കൈ കഴുകാൻ ഏലിയാവിന് അറിയത്തില്ല, അറിയാം. പക്ഷെ ഏലിയാവ് കഴുകുമ്പോഴേക്കും ആ വെള്ളം ഒഴിച്ചു കൊടുത്തതുപോലെ ഒരു ശുശ്രൂഷ എന്നാണ് ബൈബിളിൽ പറഞ്ഞേക്കുന്നത്. അങ്ങനെയെങ്കിൽ അതെല്ലാം കർത്താവ് കണക്കിടുന്നതാണ്. അപ്പൊ ഈ ദിവസങ്ങളിൽ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവരോട് പറയണം, ദൈവം വലിയ പ്രവൃത്തികളാൽ ചെയ്യും, വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യും. ഗോഡ് ബ്ലസ് യു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥനയോടെ തന്നെ പോവാം. യേശുവിന്റെ നാമത്തിൽ നമുക്ക് ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങൾ ഏറ്റുപറയുമ്പോൾ നാളെ എന്നെ ഒന്ന് ഓർപ്പിക്കണം. മീറ്റിംഗ് തുടങ്ങുന്നതിന് ആരെങ്കിലും ഒന്ന് ജസ്റ്റ് പറയണം. 1-2 റീപോൾ ഉണ്ടെന്നൊന്ന് പറയുന്നുണ്ട്, ഒന്ന് ഓർപ്പിച്ചേക്കണം. ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. നമുക്ക് ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങൾ ഏറ്റുപറയാം. മൈക്കൊക്കെ മ്യൂട്ട് ചെയ്ത് നിങ്ങളായിരിക്കുന്ന സ്ഥലത്തിരുന്നുകൊണ്ട് ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ, എന്നാൽ നിങ്ങൾക്ക് ഉണ്ടാകും എന്ന വചനത്താൽ നമുക്ക് ദൈവസന്നിധിയിൽ ഏറ്റുപറയാം. എല്ലാവരും ഇപ്പൊ തന്നെ നിങ്ങളായിരിക്കുന്ന സ്ഥലത്തിരുന്നുകൊണ്ട്